عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله نحمده ونستعينه ونؤمن به ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا ونبينا وحبيبنا محمد رسول الله صلى الله عليه وعلى آله وأصحابه وأتباعه. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. شهر رمضان الذي أنزل فيه القرآن هدى للناس وبينات من الهدى والفرقان. بارك الله لي ولكم بالقرآن العظيم ونفعني وإياكم بما فيه من الآيات والذكر الحكيم وعصمني وإياكم برحمته من الشيطان الرجيم. ബഹുമാന്യരായ മുഅ്മിനീങ്ങളെ, സഹോദര സഹോദരിമാരെ, ഇൻഷാ അല്ലാഹ് സമയം വൈകിയിട്ടുണ്ട്, ക്ഷമ ചോദിക്കുകയാണ്. നമ്മൾ ചെറിയൊരു ലഘു പ്രഭാഷണമാണ് ഇന്ന് ഉദ്ദേശിക്കുന്നത്. അധികം നീട്ടിക്കൊണ്ടുപോകില്ല. വിശുദ്ധ റമളാനിനെ വരവേൽക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അള്ളാഹു പടച്ചവൻ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തൊരു സമയത്തെ സത്യവിശ്വാസികൾ അർഹിക്കുന്ന ബഹുമാനത്തോടും ആദരവോടും കൂടെ സ്വീകരിക്കാൻ നമ്മൾ കടപ്പെട്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരാൾ വരുമ്പോൾ നമ്മൾ അവരെ സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ സ്വീകരിക്കുന്നത് ആ വരുന്ന ആൾക്ക് ഇഷ്ടപ്പെടണം, അല്ലേ? ആ ആൾ നമ്മളെയും ഇഷ്ടപ്പെടണം. അപ്പോഴേ ആ സ്വീകരണമാവുന്നുള്ളൂ. ശരിയല്ലേ? വിശുദ്ധ റമളാൻ കടന്നു വരുമ്പോൾ റമളാൻ ആഗ്രഹിക്കുന്നൊരു രീതിയിൽ നമ്മൾ റമളാനെ സ്വീകരിക്കും. അതാണ് റമളാൻ്റെ സ്വീകരണം. അഹ്ലൻ വസഹലൻ. വിശുദ്ധ റമളാനിനെ നമ്മൾ സ്വാഗതം ഓതുമ്പോൾ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് എങ്ങനെയാണോ റമളാനെ സ്വീകരിക്കാൻ നമ്മളോട് പറഞ്ഞത് അതുപോലെ നമുക്ക് സ്വീകരിക്കാൻ കഴിയും. റമളാനിൽ നമ്മളെ കാണുമ്പോൾ സന്തോഷം തോന്നണം. അതിന് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞു തന്ന ചില നിയമങ്ങളുണ്ട്. അത് പാലിച്ചുകൊണ്ട് റമളാനെ സ്വീകരിച്ചെങ്കിലേ ആ സ്വീകരണം ഒരു സ്വീകരണമാവുള്ളൂ. അല്ലെങ്കിൽ അതൊരു വെറുതെ ഒരു കാട്ടിക്കൂട്ടൽ മാത്രമായിട്ട് മാറും. വിശുദ്ധമായ ഖുർആൻ, അള്ളാഹുവിൻ്റെ വചനം, അത്ഭുതങ്ങളുടെ അത്ഭുതമായ ഖുർആൻ, ആശയങ്ങൾ ഒരിക്കലും മനുഷ്യന് പഠിച്ച് തീർക്കാൻ കഴിയാത്ത അള്ളാഹുവിൻ്റെ വചനം. പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിൻ്റെ റസൂലാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടുത്തുന്ന മുഅ്ജിസത്ത്, തത്തുല്യമായത് ഒരു സൂറമോ ഒരു സൂക്തമോ പോലും മനുഷ്യരാർക്കും ഇതേവരെ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ലാത്ത അള്ളാഹുവിൻ്റെ അത്ഭുത വചനം. ആ കിതാബ് ഇറങ്ങിയ മാസമാണിത്, റമളാൻ. ഇതായി വരുന്ന തിങ്കളാഴ്ചയോ അല്ലെങ്കിൽ ചൊവ്വാഴ്ച ദിവസമോ. ഷഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. ഖുർആൻ ഇറങ്ങിയ ഒരു മാസം വരുന്നു. ഖുർആനാണെങ്കിലോ മനുഷ്യരെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് അല്ലാഹു തആല ഖുർആൻ മനുഷ്യന് വേണ്ടി സജ്ജമാക്കി വെച്ചിട്ടുണ്ടെന്ന്. അർ-റഹ്മാൻ അല്ലമൽ ഖുർആന ഖലഖൽ ഇൻസാന അല്ലമഹുൽ ബയാൻ. അർ-റഹ്മാൻ, കാരുണ്യവാനായ അല്ലാഹു, അല്ലമൽ ഖുർആൻ, ഖുർആൻ പഠിപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു ഖലഖൽ ഇൻസാൻ, മനുഷ്യനെ പടച്ചു. അപ്പം മനുഷ്യനെ പടക്കുക എന്ന മെറ്റീരിയൽ മനുഷ്യൻ്റെ സൃഷ്ടിക്ക് മുമ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല ലക്ഷ്യബോധവും മൂല്യവും അല്ലാഹു ആദ്യം പടച്ചു. എന്നിട്ടാണ് വസ്തുവിനെ പടക്കുന്നത് എന്നാണ് പറഞ്ഞതിനർത്ഥം. നമ്മളത് സൂറത്തുർ റഹ്മാൻ പഠിക്കുമ്പോൾ മനസ്സിലാക്കിയിട്ടുണ്ട്, അല്ലേ? അവിടെ പറയേണ്ടത് എങ്ങനെയാണ്? അല്ലാഹു മനുഷ്യനെ പടച്ചു, ഖുർആൻ പഠിപ്പിച്ചു. പക്ഷെ അല്ലാഹു തആല പറഞ്ഞതോ അർ-റഹ്മാനു അല്ലമൽ ഖുർആന ഖലഖൽ ഇൻസാന അല്ലമഹുൽ ബയാൻ. കാരുണ്യവാനായ അല്ലാഹു ഖുർആൻ പഠിപ്പിച്ചു മനുഷ്യന്. എന്നിട്ട് പറഞ്ഞു ഖലഖൽ ഇൻസാൻ, മനുഷ്യനെ പടച്ചു. ആ ക്ലാസ്സിന് മുമ്പ് കേട്ടിട്ടില്ലാത്തവർക്ക് വേണ്ടി സൂചിപ്പിക്കാൻ, ഒരു വസ്തു നമ്മൾ ഉണ്ടാക്കുമ്പോൾ, ഈ മൈക്ക് മാനുഫാക്ചർ ചെയ്യുമ്പോൾ എന്തിനുണ്ടാക്കുന്നു എന്ന ആശയം രൂപപ്പെടുത്തിയിട്ടേ സാധനം ഉണ്ടാക്കിയിട്ട് കാര്യമുള്ളൂ. അല്ല, സാധനം ഉണ്ടാക്കിയിട്ട് ഇത് എന്തിനൊക്കെ പറ്റുമെന്നല്ല നോക്കുന്നത്. ലക്ഷ്യമാണ് ആദ്യം, പിന്നെയാണ് സാധനം.
മനുഷ്യനെ പടക്കുന്നതിൻ്റെ മുമ്പ് എന്തിന് മനുഷ്യനെ പടക്കുന്നു? ഖുർആൻ പഠിക്കാൻ. ഖുർആൻ പഠിക്കലാണ് നമ്മുടെ ലക്ഷ്യം. തിന്നലും കുടിക്കലും ഉറങ്ങലും അല്ല. നമ്മുടെ ലക്ഷ്യം ഖുർആൻ പഠിക്കലാണ്. അതിനുവേണ്ടി മനുഷ്യനെ പടച്ചു. അപ്പം മനുഷ്യൻ്റെ സൃഷ്ടിപ്പിൻ്റെ മുമ്പ് വന്നതാണ് വിശുദ്ധ ഖുർആൻ്റെ അവതരണം. എന്നിട്ട് അല്ലാഹു തആല പറയാം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൻ ലറഅയ്തഹു ഖാശിഅൻ മുതസദ്ദിഅൻ മിൻ ഖശിയത്തില്ലാഹ്. ലൗ അൻസൽനാ ഹാദൽ ഖുർആൻ, ഈ വിശുദ്ധമായ ഖുർആനിനെ നമ്മളൊരു മഹാപർവ്വതത്തിൻ്റെ മുകളിലാണ് ഇറക്കിയിരുന്നത് എങ്കിൽ. റമളാൻ നമ്മൾ എങ്ങനെയാണ് സ്വീകരിക്കേണ്ടതെന്ന് മനസ്സിലാക്കുക. ഖുർആൻ ഇറങ്ങിയ മാസമാണിത്. അപ്പം ഖുർആൻ ഇഷ്ടപ്പെടണം, റമളാൻ ഇഷ്ടപ്പെടണം. നമ്മൾ സ്വീകരിക്കുന്നത് നമുക്ക് റമളാനിനെയും ഇഷ്ടമാവണം. ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൻ, ഈ വിശുദ്ധ ഖുർആനിനെ നമ്മളൊരു പർവ്വതത്തിൻ്റെ മുകളിലായിരുന്നു ഇറക്കിയിരുന്നതെങ്കിൽ എന്ത് സംഭവിക്കും? പർവ്വതത്തിന് ലറഅയ്തഹു ഖാശിഅൻ മുതസദ്ദിഅ. ഖാശിഅൻ മുതസദ്ദിഅൻ. ഖുർആൻ ഒരു പർവ്വതത്തിൻ്റെ മുകളിലിറങ്ങി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഖുർആൻ അവതരിക്കുന്നു അല്ലേ? ഖുർആൻ അവതരിക്കുമ്പോൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ സ്വഹാബിമാർ പറയാറുണ്ട്, തങ്ങളൊരു ഒട്ടകപ്പുറത്തിരിക്കുമ്പോഴാണ് ജിബ്രീൽ അലൈഹിസ്സലാം വഹയുമായി വരുന്നതെങ്കിൽ വഹയിൻ്റെ ഭാരം കൊണ്ട് ഒട്ടകം ഇരുന്നു പോകും, കുതിരകൾ ഇരുന്നു പോകും. തണുത്ത് വിറക്കുന്ന ഒരു ദിവസം, ഒരു അതിശൈത്യമുള്ള രാത്രിയിലാണ് ഖുർആൻ ഇറങ്ങുന്നതെങ്കിൽ ആ ആയത്തുകൾ അവതരിച്ചു കഴിഞ്ഞാൽ ഹബീബായ നബിയുടെ നെറ്റിത്തടം വിയർത്ത് തുടുത്തിട്ടുണ്ടാവും. ഖുർആൻ ഭാരമായിരുന്നു. അതുകൊണ്ടാണ് നബിയെ അങ്ങ് തഹജ്ജുദ് നിസ്കരിക്കണം, വസ്ത്രം വൃത്തിയാക്കണം, രാത്രിയുടെ 1/3 അതിലേറെയോ 2/3 ഖിയാമുൽ ലൈലിന് വേണ്ടി ചെലവഴിക്കണം. കാരണം ഇന്നാ സനുൽഖി അലൈക ഖൗലൻ സഖീല, ഭാരമായ ചില വാക്കുകളാണ് അങ്ങേക്ക് നാം ഇറക്കിത്തരാൻ പോകുന്നത്. അതിന് പ്രിപ്പയർ ചെയ്യണം. അതിന് ഒരുങ്ങുന്നത് അള്ളാഹുവിലേക്ക് അടുത്തുകൊണ്ടാണ്. ഖുർആൻ സ്വീകരിക്കാൻ ഒരുങ്ങണമെങ്കിൽ ഒരുപാട് തഹജ്ജുദ് നിസ്കരിക്കണം എന്നാണ് നബി തങ്ങൾക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ തഹജ്ജുദ് നിസ്കാരം ഒരുപാട് നേടിയെടുത്ത് അള്ളാഹുമായുള്ള അടുപ്പവും അള്ളാഹുമായുള്ള നൂറും മഅരിഫത്തും അങ്ങയുടെ ഹൃദയത്തിന് ലഭിക്കത്തക്ക വിധം അങ്ങ് റെഡിയായി കഴിഞ്ഞാൽ ഇന്നാ സനുൽഖി അലൈക ഖൗലൻ സഖീല, വിശുദ്ധ ഖുർആൻ ഇറക്കിത്തരും. അപ്പം അത് സ്വീകരിക്കാൻ കഴിയും, അല്ലെങ്കിൽ സ്വീകരിക്കാൻ കഴിയില്ല. പർവ്വതത്തിൽ ഇറങ്ങുകയായിരുന്നുവെങ്കിൽ തങ്ങളുടെ കൽബിലേക്കാണ് ഖുർആൻ ഇറങ്ങുന്നത്. നസ്സലഹു അലാ ഖൽബിക്, അങ്ങയുടെ കൽബിലേക്കാണ് ഖുർആൻ ഇറക്കി തന്നത്. നബി തങ്ങളോട് ഖുർആൻ പറയാണ്, അങ്ങയുടെ ഹൃദയത്തിലേക്കാണ് ഖുർആൻ ഇറക്കിയത്. അത് ഭയങ്കര അത്ഭുതമാണ്. അതുകൊണ്ട് നബുവത്തിൻ്റെ മുമ്പ് എത്രയോ തവണ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൽബ് സംസം കൊണ്ട് കഴുകുകയും വമലഅഹു ഈമാനൻ വഹിക്മതൻ, ഈമാനും ഹിക്മത്തും അതിൽ നിറച്ചു വെക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നിട്ടാണ് മിഅ്റാജിന് കൊണ്ടുപോയത്. നബുവത്തിൻ്റെ മുമ്പ് അത് സംഭവിച്ചു നബി തങ്ങൾക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വീകരിക്കാനുള്ള ഒരുക്കം വേണം. ഇനി പർവ്വതത്തിൻ്റെ മീതെയായിരുന്നു ഖുർആൻ ഇറങ്ങിയിരുന്നതെങ്കിൽ, ഈ ഖുർആൻ ഇറങ്ങിയ മാസമാണ് റമളാൻ. നമ്മളങ്ങനെ ശരിക്കും മനസ്സിലാക്കണം. ഖുർആൻ ഇറങ്ങുകയാണെങ്കിൽ എന്തായിരിക്കും ഇവിടെ സംഭവിക്കുക? ലറഅയ്തഹു ഖാശിഅൻ മുതസദ്ദിഅൻ മിൻ ഖശിയത്തില്ലാഹ്. ഖാശിഅ എന്ന് പറഞ്ഞാൽ പേടിച്ച് ഭയന്ന് തലതാഴ്ത്തി വിനയാന്വിതനായി നിൽക്കുമ്പോഴാണ് ഖാശിഅൻ എന്ന് പറയാം. ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൻ ലറഅയ്തഹു ഖാശിഅ. ഈ വിശുദ്ധ ഖുർആനാണ് പർവ്വതത്തിൻ്റെ മുകളിൽ അവതരിച്ചിരുന്നത് എങ്കിൽ, പർവ്വതം ഒരു മനുഷ്യനെ പോലെയല്ല, ഉറച്ചു നിൽക്കുന്ന സാധനമാണ്. നമ്മൾ 2 കാലിൽ നിൽക്കുന്ന ഭാഗ്യ ഭൂമിയെ ടച്ച് ചെയ്യുന്നുള്ളൂ. പർവ്വതം അങ്ങനെയല്ല. എത്രയോ സ്ക്വയർ കിലോമീറ്ററുകൾ ചിലപ്പോൾ ഭൂമിയിലേക്ക് ആണ്ടുപൂണ്ട് കിടക്കുന്നുണ്ടാവും അതിൻ്റെ വേരുകൾ. അത്രയും ഫേമാണ്. നമ്മൾ 2 കാലിൻ്റെ അടിഭാഗമല്ലേ ഉള്ളൂ, നമ്മുടെ ബാലൻസ് തെറ്റിയാൽ നമ്മൾ വീണുപോകും. അങ്ങനത്തെ നമ്മിൽ അവതരിക്കുന്ന പോലെയല്ല, ഉറച്ചു നിൽക്കുന്ന, അതും ആഴമേറിയ വേരുകളുള്ള. വജഅൽനാ റവാസിയ, വിശുദ്ധ ഖുർആൻ പറഞ്ഞു, മൗണ്ടൻസ് ഹാവ് ബീൻ ഡീപ് റൂട്ടഡ് ലൈക്ക് പെഗ്സ്. ആണിയടിച്ച പോലെയാണ് പർവ്വതങ്ങൾ അല്ലാഹു ഇവിടെ നാട്ടി നിർത്തിയിട്ടുള്ളത്. ആണിയടിച്ച പലകക്ക് ആണിയടിക്കണ പോലെയാണ്. മുകളിലേക്ക് കാണുന്ന അത്ര തന്നെ വേരുകൾ പർവ്വതങ്ങൾക്ക് ഉള്ളിലേക്കുണ്ടെന്നാണ്, ഭൂമിയുടെ ഉള്ളിലേക്ക്. അത് പടുത്ത് കാണപ്പെട്ട ജിയോളജി പടുത്താ കണ്ടെത്തിയത്. വിശുദ്ധ ഖുർആൻ പറഞ്ഞു,
അല്ലാഹു സുബ്ഹാനഹു വ തആല പർവ്വതങ്ങളെ പടച്ചത് റവാസി, ആണിയടിച്ച പോലെയാണ്, ഭൂമിയിലേക്ക് ഡീപ്പ് റൂട്ടഡാണ്. അങ്ങനത്തെ ഒരു സാധനം നബിയെ ഖുർആൻ അങ്ങയുടെ ഖൽബിലേക്ക് നബിയായ എൻ്റെ റസൂലായ അങ്ങേക്ക് അവതരിപ്പിക്കുന്നതിന് പകരം പർവ്വതത്തിൻ്റെ മുകളിലായിരുന്നു ഞാൻ അവതരിപ്പിച്ചിരുന്നത് എങ്കിൽ ലറഅയ്ത, ആ പർവ്വതത്തെ കാണാൻ കഴിയും, ഖാശിഅ, പേടിച്ച് നിൽക്കുന്നതായിട്ട് കാണാൻ പറ്റും. മുതസദ്ദിഅ, പർവ്വതം അത് നിൽക്കുന്ന അതിൻ്റെ സ്ഥായിയായ അവസ്ഥയിൽ നിന്ന് പൊട്ടിപ്പിളരുന്നത് കാണാൻ കഴിയും. ഖുർആൻ നമ്മുടെ ജീവിതത്തിലേക്ക് ഇറങ്ങിയാൽ നമ്മുടെ സ്വഭാവങ്ങളിൽ ചില മാറ്റങ്ങൾ വരേണ്ടതുണ്ട്. പർവ്വതം പൊട്ടിപ്പിളരുന്നവർ, ഖുർആനിൻ്റെ ഇൻഫ്ലുവൻസ് അത്രയും വലുതാണ്. അത് മനുഷ്യരിലേക്കാണ് ഇറങ്ങിയിരുന്നതെങ്കിൽ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖൽബിലേക്ക് അല്ലാഹു തആല ഇറക്കി കൊടുത്തു. പർവ്വതത്തിനാണ് ഇറങ്ങിയിരുന്നതെങ്കിൽ ലറഅയ്തഹു ഖാശിഅൻ മുതസദ്ദിഅൻ, എങ്ങനെ പിളരും? മിൻ ഖശിയത്തില്ലാഹ്, അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട്. ഖുർആൻ അല്ലാഹുവിൻ്റെ കലാമാണ്. അല്ലാഹുവിൻ്റെ കലാമിനെ ഭയപ്പെട്ടുകൊണ്ട് ഹൃദയം, മനുഷ്യൻ്റെ സ്വഭാവത്തിൽ വിള്ളലുകൾ, മനുഷ്യൻ്റെ സ്വഭാവങ്ങളിൽ മാറ്റങ്ങൾ വരണം. നമ്മുടെ സ്വതസിദ്ധമായ ശരീരത്തിൻ്റെ പ്രകൃതങ്ങളെ അവിടെ പൊളിച്ചെഴുതേണ്ടതുണ്ട്, ചില മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട്. അങ്ങനെയാണ് ഖുർആന് ഇടപെടാൻ കഴിയുള്ളൂ. ഖുർആൻ ഇറങ്ങിപ്പോയി നമ്മളൊരു മാറ്റവുമില്ല, അങ്ങനെ സംഭവിക്കാൻ പാടില്ല. അതുകൊണ്ട് റമളാൻ സ്വീകരിക്കുന്നതും റമളാനിൻ്റെ വരവിൽ സന്തോഷിക്കുന്നതും ഒരു ഇബാദത്താണ്. അതാക്കും ഷഹ്റു റമളാൻ, ശഅബാനിൻ്റെ അവസാനത്തെ രാവുകളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബികളെ വിളിച്ചു വരുത്തി പറയാൻ, സ്വഹാബികളെ അതാക്കും ഷഹ്റു റമളാൻ, റമളാൻ മാസം വന്നിരിക്കുന്നു, ഇവിടെ വരാൻ പോകുന്നേ ഉള്ളൂ, വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. റമളാനിൻ്റെ മഹത്വം പറഞ്ഞു. ഇതാ ഈ മാസത്തിൽ അല്ലാഹു ലൈലത്തുൽ ഖദ്ർ വെച്ചിരിക്കുകയാണ്. ഖുർആൻ ഇറങ്ങിയ മാസമാണ്. നിങ്ങൾ ചെയ്യുന്ന നന്മകൾക്ക് കയ്യും കണക്കുമില്ലാത്ത പ്രതിഫലം അല്ലാഹു നൽകുന്ന മാസമാണ്. വാരിക്കോരി മാപ്പ് തരുന്ന മാസമാണ്. നിങ്ങൾക്ക് ശുദ്ധിയാവാനുള്ള മാസമാണ്. അല്ലാഹു നിങ്ങൾക്ക് നൽകിയിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് ഈ റമളാനെ സ്വീകരിക്കുമ്പോൾ നമ്മളിൽ ഖുർആനികമായ മാറ്റങ്ങൾ വരുത്തി വെച്ചുകൊണ്ട് വേണം റമളാനെ സ്വീകരിക്കാൻ. പേടിക്കണം, ഹൃദയത്തിൽ ഭയപ്പാട് വേണം. ഇതവസാനമായി ഒരേ ഒരു സമയം, ഇനിയൊരു ചാൻസ് അല്ലാഹു നൽകാതെ ഇത് അവസാനത്തെ ഒരു റമളാൻ ആയിരിക്കുമോ എന്ന് നമ്മൾ ഭയപ്പെടണം. ഖാശിഅൻ, അല്ലാഹുവേ നിൻ്റെ കലാമിറങ്ങിയ മാസമാണിത്. ഇങ്ങനെയാണ് മുഅ്മിനീങ്ങൾ റമളാനെ സ്വീകരിക്കേണ്ടത്. നമ്മൾ വിളക്ക് കത്തിച്ച് വെച്ചിട്ട് മാത്രം പോരാ, ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഒരു വിളക്ക് കത്തിച്ച് വെക്കണം. തോരണങ്ങളും മറ്റൊക്കെ ചെയ്യുന്ന കൂട്ടത്തിൽ ഹൃദയത്തിൻ്റെ ഉള്ളിൽ അത് ചെയ്തെങ്കിലേ റമളാൻ നമ്മളെ ഇഷ്ടപ്പെടുള്ളൂ. വരുന്ന ആൾക്ക് സന്തോഷം വേണ്ടേ? ആ ആളെ അപ്പോഴല്ലേ ആ സ്വീകരണമാവുന്നുള്ളൂ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാം. സത്യവിശ്വാസികളെ, അല്ലാഹു വിളിക്കാൻ, കുതിബ അലൈക്കുമുസ് സിയാം, അല്ലാഹു നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കിയിരിക്കുന്നു ഈ റമളാനിൽ. ഇസ്ലാമിൻ്റെ റുക്നുകളിൽ, ഇസ്ലാമിൻ്റെ പഞ്ചസ്തംഭങ്ങളിൽ, 5 പ്രധാനപ്പെട്ട ഇസ്ലാമിൻ്റെ റുക്നുകളിൽ ഒരു റുക്നാണ് നോമ്പ്, സുയാമു റമളാൻ. ഇസ്ലാമിൻ്റെ ഒരു റുക്നാണ് ഈ വരുന്നത് റമളാൻ മാസത്തിലൂടെ. നിസ്കാരം നമ്മൾ ചെയ്യുന്നു, സകാത്ത് കൊടുക്കുന്നു, ഹജ്ജ് ചെയ്യുന്നു. പക്ഷെ റമളാനിലെ നോമ്പ് അത് റമളാൻ മാസത്തിൻ്റെ പ്രത്യേകതയാണ്. റമളാനിലാണ് നോമ്പ് എടുക്കേണ്ടത്. എന്തുകൊണ്ട്? അല്ലാഹുവിൻ്റെ കലാമിറങ്ങിയ മാസമാണ്. ആ കലാമിറങ്ങിയ മാസത്തെ നിങ്ങൾ നോമ്പെടുത്തിട്ട് സ്വീകരിക്കണം. നോമ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ 2 വികാരങ്ങളെ നിയന്ത്രിക്കലാണ്. ഒന്ന് വയറിൻ്റെ, മറ്റൊന്ന് മനുഷ്യൻ്റെ രഹസ്യഭാഗം, മനുഷ്യൻ്റെ വൈകാരിക ചിന്തകൾ, ഒന്ന് മനുഷ്യൻ്റെ ഭോജനം, ഭോഗം. ഈ 2 വികാരങ്ങളെ പകൽ സമയത്ത് നിയന്ത്രിക്കുന്നതിനാണ് നോമ്പ് എന്ന് പറയാം. ഷഹ്വത്ത് എന്ന് അറബിയിൽ പറയും. ഷഹ്വത്ത് ത്വആം. ഒന്ന് മനുഷ്യൻ്റെ അടിസ്ഥാനപരമായ നിലനിൽപ്പിൻ്റെ വിഷയമാണ്. ഭക്ഷണം കഴിക്കുക, വെള്ളം കുടിക്കുക, പകലിൽ പാടില്ല. മറ്റേത് ഷഹ്വത്താണ്, മനുഷ്യൻ്റെ വികാരമാണ്. ഷഹ്വത്ത് എന്ന് പറയുന്നത് മനുഷ്യൻ്റെ അടിസ്ഥാനപരമായ നിലനിൽപ്പിനെ ബാധിക്കുന്ന വിഷയമല്ല, അടിസ്ഥാനത്തിന് പുറത്താണത്. അത് ഏറെ കിട്ടുന്ന സംഭവമാണ്. ഏതുപോലെ വറസുഖു അഹ്ലഹു മിനസ് സമറാത്ത്,
മക്കക്കാർക്ക് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ദുആ ചെയ്തു കൊടുത്തു, അല്ലാഹുവേ എൻ്റെ മകൻ ഇസ്മായിലും ഹാജർ ബീവിയും നിൽക്കുന്ന ഈ നാടിന് നീ റഹ്മത്ത് ചെയ്യണം, വർസുഖുഹും മിനസ് സമറാത്ത്, അവർക്ക് അല്ലാഹുവേ പഴവർഗ്ഗങ്ങൾ കൊണ്ടുപോയി കൊടുക്കണം. നമ്മൾ പറഞ്ഞിട്ടുണ്ട് അരിയും ഗോതമ്പും എന്നത് അടിസ്ഥാന ഭക്ഷണമാണ്. അടിസ്ഥാന ഭക്ഷണത്തിൻ്റെ മീതെ വരുന്നതാണ് പഴം കഴിക്കുക, പിന്നെയാണ് പുഡിങ്ങും ഐസ്ക്രീമൊക്കെ കൊടുക്കുന്നത്. അത് അടിസ്ഥാനമല്ല. എന്ന പോലെ ഷഹ്വത്തുൽ ഫർജ്, മനുഷ്യൻ്റെ ഗുഹ്യസ്ഥാനം, മനുഷ്യൻ്റെ സെക്ഷൽ അപ്പറ്റൈറ്റ്സ്, ഇതിനെ നിയന്ത്രിക്കുക എന്ന് പറയുന്നത് ദിസ് ഈസ് സംതിങ് എക്സസ്. അതെന്തല്ല, ഇറ്റ്സ് നോട്ട് ബേസിക്. മനുഷ്യൻ്റെ അടിസ്ഥാനപരമായ നിലനിൽപ്പിന് ആവശ്യമുള്ള വിഷയമല്ല. നമ്മുടെ തലമുറയെ നിലനിർത്താൻ അള്ളാഹു സംവിധാനിച്ച മനുഷ്യൻ, സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ബന്ധമാണ് അതിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിക്കുന്നത്. ആ സംഭവത്തെയും നിങ്ങൾ നിയന്ത്രിക്കണം, ഭക്ഷണത്തെയും നിയന്ത്രിക്കണം. റമളാനിൻ്റെ പകലിൽ അള്ളാഹു ഈ രണ്ട് നിയന്ത്രണങ്ങളെ വെച്ചിരിക്കുക. എന്തിനെന്നറിയോ? എൻ്റെ ഖുർആൻ നിങ്ങളിൽ പർവ്വതം പൊട്ടിപ്പിളരുന്ന പോലെ നിങ്ങളുടെ സ്വഭാവങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ഖുർആന് ചില പ്രവർത്തനങ്ങൾ അവിടെ ചെയ്യാനുണ്ട്. അതിന് നിങ്ങൾ കളമൊരുക്കി കൊടുക്കണം. അതിനാണ് റമളാൻ. ഭക്ഷണം നിയന്ത്രിക്കുന്നു, വെള്ളം നിയന്ത്രിക്കുന്നു. ഒരു കാറിൻ്റെ പെട്രോൾ തീർന്നാൽ, അല്ലെങ്കിൽ ഇപ്പോൾ ബാറ്ററി ഓടുന്ന വണ്ടി എന്ന് വിചാരിക്കുക, ബാറ്ററി തീർന്നു പോയാൽ അതവിടെ സ്റ്റക്കാവും, നിൽക്കൂലേ? നമ്മുടെ അടിസ്ഥാനമാണ് തിന്നലും കുടിക്കലും. പക്ഷേ നമ്മൾ തിന്നാതെയും കുടിക്കാതെയും 3 നേരത്തെ ഭക്ഷണം, നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്, നമ്മുടെ ലഞ്ച്, നമ്മുടെ ഇപ്പം ഡിന്നർ എന്നൊക്കെ പറഞ്ഞാൽ മഗ്‌രിബിന് മുമ്പ് കഴിക്കുന്ന സാധനമാണ്. നമുക്കത് പതിരാണെങ്കിലും ഡിന്നർ എന്ന് പറഞ്ഞാൽ ശരിക്കും മഗ്‌രിബോടുകൂടെ, അല്ലെങ്കിൽ മഗ്‌രിബിന് തൊട്ട് മുമ്പ് തൊട്ടുടനെ. ഇതാണിപ്പോൾ രാത്രി ഭക്ഷണം. നമ്മളാണത് 10 മണിയാക്കി കഴിഞ്ഞത്. അതുകൊണ്ട് 3 നേരത്തെ ഭക്ഷണം മനുഷ്യൻ നിയന്ത്രിക്കുന്നു എന്നാണ് നോമ്പിനെ സംബന്ധിച്ച് പറയുമ്പോൾ. 3 നേരത്തെ ഭക്ഷണം, അങ്ങനെ ഭക്ഷണം നിയന്ത്രിക്കുന്ന മനുഷ്യൻ മരിച്ചുവോ? അതൊന്നും അല്ലാഹു ചെയ്യുന്നില്ല. ആ ഡീസലോ പെട്രോളോ ഫ്യൂലോ നിൽക്കുന്നതോടുകൂടെ ഭക്ഷിക്കുക, തിന്നുക എന്ന ആ ഒരു കാര്യം നിർത്തിവെച്ചാൽ പോലും മനുഷ്യൻ്റെ ശരീരം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ഇത് ഖാലിഖായ അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പാണ്. നേരെ മറിച്ചൊരു കാർ അങ്ങനെയല്ല. ഇതിപ്പോൾ വർക്ക് ചെയ്യുന്ന ഈ മൈക്ക്, ഇതിലേക്കുള്ള ഇലക്ട്രിസിറ്റിയുടെ ഫ്ലോ അങ്ങ് നിർത്തിക്കഴിഞ്ഞാൽ ഈ സാധനം വർക്ക് ചെയ്യില്ല. അല്ലെങ്കിൽ പിന്നെ എന്ത് വേണം? ഫുൾ ടാങ്ക് അടിച്ചു കഴിഞ്ഞാൽ ആ വണ്ടിയിൽ നിന്ന് ഈ പെട്രോളിൽ നിന്ന് ഒരംശം അത് സ്റ്റോർ ചെയ്തൊരു എനർജിയാക്കി വെക്കും. പെട്രോൾ തീർന്നാലും ഈ സാധനം ഓടുമെന്ന് പറയണം. അങ്ങനെ സംഭവിക്കുന്നില്ല. ബാറ്ററി തീർന്നാൽ, ചാർജിങ് അവസാനിച്ചാൽ ഖലാസ്, അവിടെ ഡെഡാണ്. പക്ഷെ നമ്മുടെ നിലനിൽപ്പിന് ആവശ്യമായ അന്നവും പാനീയവും അള്ളാഹു നമ്മുടെ ശരീരം പടച്ചത് അങ്ങനെ എപ്പോഴും നിന്നുകൊണ്ടിരിക്കണമെന്നില്ല. നമ്മൾ 1, 2, 3, 5 ദിവസമോ 10 ദിവസമോ പട്ടിണി കിടന്നാൽ പോലും ശരീരത്തിന് നിലനിൽക്കാനുള്ള ആവശ്യമായ സാധനം ശരീരത്തിൻ്റെ ഉള്ളിൽ അള്ളാഹു സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ വലിയൊരു സൃഷ്ടിപ്പാണ്. അത് നിങ്ങൾ എനിക്ക് വേണ്ടി നിയന്ത്രിക്കണം. പിന്നെ നിങ്ങളുടെ വൈകാരികമായ ചിന്തകളെ നിങ്ങൾ നിയന്ത്രിക്കണം. നഹാറു റമളാൻ, റമളാനിൻ്റെ പകലുകളിൽ. എന്തിന്? അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ വചനം, മനുഷ്യനിൽ മൂല്യം എന്ന് പറഞ്ഞ സംഗതിയുണ്ട്. ഖുർആൻ മൂല്യമാണ്. അതുകൊണ്ട് അർറഹ്മാനു അല്ലമൽ ഖുർആന ഖലഖൽ ഇൻസാൻ, കാരുണ്യവാനായ അല്ലാഹു ഖുർആൻ പഠിപ്പിച്ചു, മനുഷ്യനെ സൃഷ്ടിച്ചു. അതിനർത്ഥം കൊടുക്കേണ്ടത് കാരുണ്യവാനായ അല്ലാഹു മൂല്യം എന്ന സംഭവം, മൊറാലിറ്റി ആൻഡ് വാല്യൂസ് അല്ലാഹു നിശ്ചയിച്ചു കഴിഞ്ഞു. എന്നിട്ടാണ് മെറ്റീരിയലിന് അല്ലാഹു തആല പടക്കുന്നത്. മാറ്റർ ഉണ്ടാകുന്നത് വാല്യൂ ആദ്യം കൊടുത്തതിന് ശേഷമാണ്. മനുഷ്യനിൽ ഈ മൂല്യബോധമില്ലെങ്കിൽ മനുഷ്യനല്ല. മൂല്യബോധം, സത്യസന്ധതയും സഹകരണവും സ്നേഹവും കരുണയും ആർദ്രതയും ചിന്തയും, ഇതൊക്കെ മനുഷ്യൻ്റെ മൂല്യങ്ങളാണ്, മനുഷ്യനിൽ ഉണ്ടാവേണ്ട ഗുണങ്ങളാണ്. ഈ ഗുണങ്ങളെ ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ നമ്മളിൽ ചില വികാരങ്ങളെ നിയന്ത്രിച്ചേ പറ്റൂ. അപ്പോഴേ ഈ മൂല്യങ്ങൾക്ക് മുന്നോട്ട് വരാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ ഈ മൂല്യങ്ങൾ നമ്മുടെ ശരീരത്തിൻ്റെ വികാരത്തിനുള്ളിൽ കാണപ്പെടാതെ പോകും. അതിന് അള്ളാഹു പുറത്തേക്ക് കൊണ്ടുവരാനാണ് ശുദ്ധമായ റമളാൻ നമുക്ക് നൽകിയിരിക്കുന്നത്, നോമ്പ് നൽകിയിരിക്കുന്നത്. അപ്പം നോമ്പ് സംസ്കാരം ഊട്ടിയുറപ്പിക്കലാണ്. നോമ്പ് നമ്മൾ വിചാരിക്കുന്നു കുക്കിങ്ങിൻ്റെ മാസമാണെന്നാണ് വിചാരിച്ചു പോയത്. എന്ത് ചെയ്യാനാ? റമളാൻ ഭക്ഷണത്തിൻ്റെ മാസമാണ് നമ്മളങ്ങ് വിചാരിച്ചു പോയി. ഒരു തിരുത്തു പറയാണ്. അത് പ്രാക്ടിക്കലായി നടക്കുകയില്ല എന്ന് എനിക്കറിയില്ല. കാരണം നമ്മൾ ശീലിച്ചു പോകുന്നൊരു സിസ്റ്റത്തെ ഒറ്റയടിക്ക് മാറ്റണം എന്നത് ചിലപ്പോൾ പ്രയാസമായിരിക്കും. പക്ഷെ നമുക്ക് ട്രൈ ചെയ്ത് നോക്കണം. മനുഷ്യൻ നോമ്പെടുത്ത് കഴിഞ്ഞാൽ, മനുഷ്യൻ വിശന്നു കഴിഞ്ഞാൽ ഏത് ഭക്ഷണം കൊടുത്താലും മനുഷ്യൻ്റെ വിശപ്പടങ്ങും, അല്ലേ? ഇന്ന തന്നെ വേണമെന്ന് പറയോ? ഇല്ല.
നിങ്ങൾ ശരിക്കും വിശന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ വിശപ്പടക്കാൻ കഴിയുന്ന ഏത് ഭക്ഷണവും മതി. മിനിമം ഭക്ഷണം കൊണ്ട് നിങ്ങളുടെ വിശപ്പടക്കാൻ കഴിയും. പക്ഷേ നമ്മൾ വിശക്കുമ്പോൾ എന്ത് വിചാരിക്കും? അത് വേണം, ഇത് വേണം. നോമ്പിനെ നമ്മൾ സമൂസയിൽ പൊതിഞ്ഞിരിക്കുകയാണെന്നാണ് പറയാം. നോമ്പിനെ ഭക്ഷണത്തിൽ നമ്മൾ പൊതിഞ്ഞു കഴിഞ്ഞു. സത്യത്തിൽ അങ്ങനെ അല്ലായിരുന്നു വേണ്ടിയിരുന്നത്. അപ്പോൾ നമ്മൾ ഒരുപാട് ഒരുക്കും. ആ ജ്യൂസ് വേണം, ഈ ജ്യൂസ് വേണം, അത് വേണം, ഇത് വേണം, ഒരുപാട് വെറൈറ്റികൾ തീന്മേശയിൽ വെച്ച് നിർത്തിയിരിക്കുകയാണ്. പക്ഷേ നോമ്പ് തുറക്കുന്നതോടുകൂടെ അല്ലാഹുമ്മ ലക സുംത് വഅലാ റിസ്ഖിക അഫ്തർത്, ആ ഭക്ഷണങ്ങൾ മുഴുവനും മുമ്പിലുണ്ടായിരിക്കെ ഏതെങ്കിലും ഒന്നോ രണ്ടോ ഐറ്റം നിങ്ങൾ രുചിക്കുമ്പോഴേക്കും നിങ്ങളുടെ വിശപ്പ് തീർന്നു, ബാക്കിയുള്ളത് നിങ്ങൾക്ക് തൊടാൻ കഴിയാതെ മാറ്റിവെക്കുകയാണ്. അള്ളാഹു നിങ്ങളെ ബോധ്യപ്പെടുത്തുന്നു, നിങ്ങൾക്ക് വളരെ ചെറിയ മിനിമം ഭക്ഷണം മതിയായിരുന്നു, പക്ഷേ നിങ്ങളായിട്ടിത് പോരാ എന്ന് വിചാരിച്ചതല്ലേ, അതുകൊണ്ടല്ലേ ഈ വേസ്റ്റ് വന്നത്. ഒന്ന് ഫൈനാൻഷ്യലി നമുക്കത് നഷ്ടമാണ്. ഭക്ഷണം വേസ്റ്റാക്കുക എന്ന വലിയൊരു കുറ്റം അതിലൂടെ വരും. നമ്മുടെ ശരീരത്തിന് ആവശ്യത്തിലേറെ നമ്മൾ ഭക്ഷണങ്ങളങ്ങ് കഴിച്ച് റമദാൻ കഴിയുന്നതോടുകൂടെ അമിതവണ്ണം വെക്കുകയും അല്ലെങ്കിൽ ശരീരത്തിന് വെയിറ്റ് കൂടുകയും നമ്മുടെ ക്രിയേറ്റിവിറ്റി നഷ്ടപ്പെടുകയും ചെയ്യും. രാവിലെ ജോലിക്ക് പോകാൻ പറ്റുമോ? ജോലി സ്ഥലത്ത് പോയാൽ കിടന്നുറങ്ങൂലേ? എന്തേ? കൃത്യമായിട്ട് ഉറങ്ങാൻ പറ്റൂല. കാരണം ഭക്ഷണത്തിൻ്റെ ക്വാണ്ടിറ്റി കൂടിയിട്ടുണ്ട്. നോമ്പ് തുറന്ന് കുറച്ച് ഓവറായി പോയിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ വീണ്ടും ഒരു മുത്താഴം കഴിഞ്ഞിട്ടാണ് പിന്നെ അടുത്ത നോമ്പ് തുറക്കുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് ഒരുപാട് പാനീയങ്ങൾ കുടിക്കുന്നു, വെള്ളം കുടിക്കുന്നു, പലഹാരങ്ങൾ. എന്തിന്? ഒരു 16 മണിക്കൂർ അല്ലെങ്കിൽ 14 മണിക്കൂർ 12 മണിക്കൂർ ഫാസ്റ്റിങ്ങിനാണ് നമ്മൾ ഇത്രത്തോളം ഓവർലോഡ് നമ്മുടെ ശരീരത്തിന് കൊടുക്കുന്നത്. ഇത് ഫിസിക്കലി, ഫൈനാൻഷ്യലി, സോഷ്യലി, എത്തിക്കലി, മോറലി എല്ലാം റോങ് ആണ്. നോമ്പ് നിശ്ചയിച്ചതിനല്ല, കുറഞ്ഞ ഭക്ഷണം കൊണ്ട് നിങ്ങൾക്ക് വിശപ്പ് മാറ്റാൻ പറ്റും എന്ന് അനുഭവിപ്പിക്കാനാണ് അള്ളാഹു നോമ്പ് നൽകുന്നത്. മിനിമം ഭക്ഷണം മതി, അത് ടേസ്റ്റ് കുറഞ്ഞാലും കുഴപ്പമില്ല, വിശപ്പടക്കാൻ പറ്റും. അങ്ങനെയായിരുന്നു വേണ്ടിയിരുന്നത്. പക്ഷെ റമദാനിലാണ് സ്പെഷ്യൽ റമദാൻ കുക്കറി ഷോ കാണാൻ പറ്റുക. ചാനലുകളായ ചാനൽ മുഴുവൻ ചെയ്യും. കാരണം ജനങ്ങൾക്കതാ വേണ്ടത്. പിന്നെ അവരായിട്ട് ഇപ്പോൾ ഈമാനും തഖ്വയും അവർ വിചാരിച്ചിട്ടും കാര്യമില്ല. കാരണം ജനങ്ങൾക്ക് വേണ്ടത് ഇതാണ്. അപ്പോൾ അവർക്ക് വേണ്ടത് മാർക്കറ്റിംഗ് ആണ്. അപ്പോൾ ജനങ്ങൾക്ക് വേണ്ടത് അവർ കൊടുക്കുകയാണ്. അപ്പോൾ റമദാൻ്റെ സ്പെഷ്യൽ കുക്കിംഗ്. അപ്പം മനസ്സിലാക്കുന്നു, ഇത് തിന്നാനുള്ള മാസമല്ലല്ലോ, പട്ടിണി അടക്കം പറഞ്ഞ മാസമല്ലേ. മനുഷ്യൻ്റെ 2 വികാരങ്ങളെ അള്ളാഹു നിയന്ത്രിക്കാൻ പറഞ്ഞിരിക്കുകയാണ് ഇവിടെ. ഈ 2 വികാരങ്ങളെയും നിയന്ത്രിക്കുമ്പോൾ റമദാൻ അല്ലാത്ത സമയത്ത് ഒരു നേരത്തെ ബ്രേക്ക്ഫാസ്റ്റോ അല്ലെങ്കിൽ ലഞ്ചോ നമുക്ക് സ്കിപ്പ് ചെയ്യേണ്ടി വന്നാൽ, ഭക്ഷണം കിട്ടാതെ വന്നാൽ, റമദാനിൽ മുഴുവൻ പകലും നോമ്പെടുത്ത ആളാണ് ഞാൻ, എനിക്കിത് വിഷയമല്ല എന്ന ബോധം നിങ്ങൾക്ക് വരേണ്ടതുണ്ടായിരുന്നു. പക്ഷേ റമദാൻ കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും വിശക്കുക. റമദാൻ കഴിഞ്ഞാൽ ഞാൻ റമദാനിൻ്റെ മുഴുവൻ പകലിലും ഭക്ഷണം തൊടാൻ നടന്ന ആളല്ലേ, അങ്ങനത്തെ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് കിട്ടിയില്ല എന്ന് വിചാരിക്കുക. അതിന് വലിയ ബഹളം വെക്കേണ്ട കാര്യമൊന്നുമില്ല, എനിക്കത് സഹിക്കാവുന്നതേ ഉള്ളൂ എന്ന് ചിന്തിക്കാമായിരുന്നു. അങ്ങനെയാണ് ചിന്തിക്കേണ്ടിയിരുന്നത്. റമദാൻ കഴിഞ്ഞു, നമ്മുടെ കൺമുമ്പിലേക്ക് നമ്മുടെ ശരീരത്തിൽ കിടക്കുന്ന, ഉറങ്ങിക്കിടക്കുന്ന വികാരങ്ങളെ, നമ്മുടെ ഹോർമോണുകൾ നമ്മൾ പ്രവർത്തിപ്പിച്ച് നമ്മുടെ ചിന്തകളിൽ ചില മാലിന്യങ്ങൾ വിതറുമ്പോൾ റമദാനിൻ്റെ പകലിൽ നിയന്ത്രിക്കാൻ കഴിഞ്ഞ മനുഷ്യനാണ് ഞാൻ. അതുകൊണ്ട് എനിക്കെന്നെ നിയന്ത്രിക്കാൻ സാധിക്കുമെന്ന ആത്മവിശ്വാസം റമദാൻ കഴിഞ്ഞാൽ കിട്ടണം. അപ്പോഴല്ലേ നോമ്പ് കൊണ്ട് കാര്യമുള്ളൂ. ഈ 2 സ്വഭാവങ്ങളെ നിയന്ത്രിച്ചാൽ മാത്രമേ അള്ളാഹുവിൻ്റെ മലക്കുകളുടെ സ്വഭാവം, മലക്കുകൾ ലാ യതനാകഹൂൻ, ഒരു കല്യാണം കഴിയൂല. അള്ളാഹുവിൻ്റെ മലക്കുകൾ ലാ യഅ്കുലൂന വലാ യശ്റബൂൻ വലാ യനാമൂൻ, അവർക്ക് ഉറക്കില്ല, അന്നമില്ല, വെള്ളമില്ല. ആ മലക്കുകളുടെ സ്വഭാവത്തിലേക്ക് അള്ളാഹു നമ്മളെ കൊണ്ടുവരാൻ. എങ്ങനെ? ഷഹ്റുൽ ഖുർആൻ, വിശുദ്ധ ഖുർആൻ ഇറങ്ങിയ മാസമാണിത്. പർവ്വതം പൊട്ടിപ്പിളരുന്ന പോലെ നിങ്ങളുടെ സ്വഭാവങ്ങളിലും നിങ്ങളുടെ ജീവിതത്തിലും ഖുർആൻ ഇടപെട്ട് ചില മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട്, ചില റിപ്പയർ വർക്കുകൾ ചെയ്യേണ്ടതുണ്ട്. അതിന് നിങ്ങളെ ഒന്ന് നിയന്ത്രിച്ചു കൊടുത്താലേ ഇത് നടക്കുള്ളൂ. അതുകൊണ്ടാണ് റമദാനിൽ വിശപ്പനുഭവിച്ചുകൊണ്ട് നോമ്പുൽക്കണം എന്ന് പറയുന്നത്. അത് പ്രയാസമാണ്. പക്ഷേ നമ്മുടെ ശരീരത്തിന് കിട്ടുന്ന ക്ലൻസിങ്, ഇപ്പോൾ ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിങ്ങിനെ കുറിച്ച് ഒരുപാട് വീഡിയോസ് കാണാൻ പറ്റും അല്ലേ, ഡോക്ടർമാർ സംസാരിച്ചുകൊണ്ട്. ഏറ്റവും നല്ല സംഭവം 16 മണിക്കൂർ മനുഷ്യന് ഫാസ്റ്റിംഗ് ചെയ്യാൻ പറ്റിയാൽ ഒരുവിധം അസുഖങ്ങളൊക്കെ നിയന്ത്രിക്കാൻ പറ്റുമെന്ന്. അതെങ്ങനെ അവർ ചെയ്യുന്നത്? വൈകുന്നേരം 5 മണിക്കങ്ങ് തുടങ്ങിയാൽ രാവിലെ 5 മണി 12 മണിക്കൂറായി. 6, 7, 8, 9, 10 മണിയാകുമ്പോൾ രാവിലെ ചായ കുടിച്ചാൽ മതി എന്നവർ പറയാം. അതിനിടയ്ക്ക് വെള്ളം കുടിച്ചാൽ മതി. വൈകിട്ട് 7 മണിക്ക് അങ്ങ് ക്ലോസ് ചെയ്താൽ, അത് നമ്മുടെ നോമ്പ് തുറക്കുന്ന സമയമാണത്. ആ സമയത്ത് അങ്ങ് നിർത്തിയാൽ പിന്നെ രാവിലെ ചായ കുടിച്ചാൽ മതി. ഫാസ്റ്റിംഗ് അതാണ്. ഇവർ പറയും ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഫജ്റിൽ തുടങ്ങിയ തസഹറു ഫഇന്ന ഫി സഹൂരി ബറക, നിങ്ങൾ അത്താഴം കഴിക്കണം, അതിൽ ബറക്കത്തുണ്ട്, അത്താഴം സ്കിപ്പ് ചെയ്യരുത്
എന്ന് നബി തങ്ങൾ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് നിങ്ങൾ അതിൽ ബറക്കത്തുണ്ട്. അതൊരു ഈത്തപ്പഴമെങ്കിലും കഴിക്കണം, കഴിക്കാതിരിക്കരുത്. രാത്രി കഴിച്ചു കിടക്കനി ഞാൻ സുബഹിക്ക് എണീക്കുള്ളൂ, അങ്ങനെ ആവണ്ട. നിങ്ങൾ അത്താഴം കഴിക്കണം. ഫഇന്ന ഫി സഹൂരി ബറക്ക. കാരണം എന്താണെന്നറിയോ? ആ അത്താഴം കഴിച്ചാൽ പിന്നെ നമ്മൾ ആരംഭിക്കും നമ്മുടെ ഫാസ്റ്റിംഗ് 12, 14, 16 മണിക്കൂർ നീണ്ടു നിന്നാലും അത് ഹെൽത്തി ഫാസ്റ്റിംഗ് ആണ്. നേരെ മറിച്ച് അത് പാതിരാക്ക് തുടങ്ങി 12 മണിക്ക് ഭക്ഷണം കഴിച്ച് നിർത്തിയതാ, അല്ലെങ്കിൽ നോമ്പ് തുറക്കും ഭക്ഷണം കഴിച്ച് നിർത്തിയതാണ്. എന്നിട്ട് പിന്നെ അടുത്തൊരു മഗ്രിബ് വരെ നമ്മൾ കാത്തിരിക്കുക. ഇത് ലോങ് ഡേ ആണെങ്കിൽ അത് ശരീരത്തിന് ഉപദ്രവം ചെയ്യും. അതുകൊണ്ടാണ് നബി തങ്ങൾ തസഹറൂ, സുബഹി വാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് നിങ്ങൾ അത്താഴം കഴിച്ചിരിക്കണം. ഫഇന്ന ഫി സഹൂരി ബറക. ആ അത്താഴത്തിൽ ബറക്കത്തുണ്ട് എന്ന് വരെ നബി തങ്ങൾ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തിനെന്നറിയോ? നമ്മളത് സ്കിപ്പ് ചെയ്യരുത്. ഇപ്പം നോമ്പ് തുറന്നു, പിന്നെ അടുത്ത മീൽ അത്താഴമായിരിക്കണം. അതിൻ്റെ ഇടയ്ക്കുള്ള പിന്നെ ഭക്ഷണത്തിൻ്റെ ആ ഒരു മാമാങ്കം നമ്മളങ്ങ് നിർത്തിവെച്ചാൽ അള്ളാഹു ഉദ്ദേശിക്കുന്ന രീതിയിൽ റമളാനെ സ്വീകരിക്കാനും പറ്റും. റമളാൻ എന്ന് പറയുന്നത് ശാന്തമായൊരു മാസമായിരിക്കും. മറ്റേത് ആദ്യത്തെ 4-5 ദിവസമേ ശാന്തത ഉണ്ടാവുള്ളൂ, പിന്നെ നോമ്പുറപ്പിക്കലിനെ പരിപാടി. പിന്നെ 27 കഴിഞ്ഞ് 29 കഴിഞ്ഞ് റമളാൻ ക്ലോസ് ആകുമ്പോഴേക്കും തിന്ന് മടുത്ത് നമ്മൾ ഏതോ വഴിക്കാവുകയാണ്. അങ്ങനെ ആകുമ്പോൾ അള്ളാഹു ഉദ്ദേശിച്ച സൗമ് നമ്മൾ ചെയ്യാതെ വന്നു. അതുകൊണ്ട് ഇതിൻ്റെ ഉദ്ദേശിച്ച ഫലം കിട്ടൂല. നബി തങ്ങൾ പറഞ്ഞു യുവാക്കളോട് മനിസ്തതാഅ മിൻകുമുൽ ബാഅത ഫല്യതസവ്വജ്. യുവാക്കളെ, നിങ്ങളിൽ വിവാഹത്തിന് ആഗ്രഹവും നിങ്ങൾക്ക് മഹർ കൊടുക്കാൻ കഴിയും, ഒരു പെണ്ണിനെ അവൾക്ക് ചെലവ് കൊടുക്കാനും കഴിയുമെങ്കിൽ നിങ്ങൾ വിവാഹം ചെയ്യണം. ഫമൻ ലം യസ്തതി' ഫഅലൈഹി ബിസ്സൗം. കല്യാണം കഴിക്കാനായിട്ടില്ല, അല്ലെങ്കിൽ മഹർ ജോലിയോ കാര്യങ്ങളൊന്നും ആയിട്ടില്ല, മഹർ കൊടുക്കാനൊന്നും പറ്റുന്നില്ല, എന്നാൽ വിവാഹം ചെയ്യാൻ കഴിയുന്ന സമയം വരേക്കും അവർ നോമ്പെടുക്കണം. ഫഇന്നഹു ലഹു വിജാ. നോമ്പ് അവരുടെ ശരീരത്തെ നിയന്ത്രിക്കാൻ അവരെ സഹായിക്കും. പട്ടിണി കിടക്കണം എന്നല്ല പറഞ്ഞത്. അങ്ങനെ നബി നിങ്ങൾ പറയാം, എങ്ങനെയാണെങ്കിൽ പട്ടിണി കിടക്കണം. ഫൽ യജുഅ. ജുഅ എന്ന് പറഞ്ഞാൽ പട്ടിണി എന്നാണ്, പട്ടിണി എന്നല്ല പറഞ്ഞത്. ഫൽ യസും. അള്ളാഹുവിന് വേണ്ടി നോമ്പെടുക്കണം, പടച്ചവന് വേണ്ടി നോമ്പെടുക്കണം. കാരണം തൻ്റെ ശരീരത്തെ നിയന്ത്രിക്കണമെങ്കിൽ നിയന്ത്രണം അതിലൂടെയേ കിട്ടുള്ളൂ. പക്ഷെ ചിലർ പറയും നോമ്പെടുത്താലും എനിക്ക് അങ്ങനെ ഒരു ഫീലൊന്നും, എനിക്കൊരു നിയന്ത്രണം കിട്ടുന്നില്ലല്ലോ. അത് വരാൻ കാരണം നോമ്പിൻ്റെ സമയത്ത് നമ്മൾ കഴിക്കുന്ന ഓവർ ഈറ്റിംഗ് ആണ് അതിന് കാരണം. ഓവറായിട്ട് ഭക്ഷണം കഴിക്കുന്നത് കൊണ്ടാണത്. മിനിമം ഭക്ഷണം കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ദാഹവും നിങ്ങളുടെ വിശപ്പും തീരും. അതുകൊണ്ടാണ് അൽഹംദുലില്ലാഹില്ലദി അത്അമനാ വസഖാന. ഭക്ഷണം കഴിക്കുമ്പോൾ മുഴുവൻ നമ്മൾ അള്ളാഹുവിനെ ശുക്ർ ചെയ്തുകൊണ്ട് പറയുന്ന വാക്കാണ്, അള്ളാഹുവേ ഞങ്ങൾക്ക് ഭക്ഷണം നൽകിയവനെ റബ്ബേ, ഞങ്ങൾക്ക് കുടിക്കാൻ തന്നവനെ റബ്ബേ, നിനക്ക് സ്തുതി അല്ലാ. പക്ഷേ നമ്മൾ നോമ്പ് തുറന്നു കഴിഞ്ഞാൽ ദഹബൽ ലമഉ വബതല്ലത്തിൽ ഉറൂഖു വസബതൽ അജ്റു ഇൻഷാ അല്ലാഹ്. ദഹബൽ ലമ, 3 ഈത്തപ്പഴം കഴിച്ചു, പിന്നെ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചു. ദഹബൽ ലമ, ദാഹം പോയി. വബതല്ലത്തിൽ ഉറൂഖ്, ശരീരത്തിലെ ഞരമ്പുകളെല്ലാം നനഞ്ഞു, ഉണങ്ങിക്കിടക്കുകയായിരുന്നു, അതെല്ലാം നനഞ്ഞു റബ്ബേ. വസബതൽ അജ്റു ഇൻഷാ അല്ലാഹ്. ഈ നോമ്പെടുത്തതിൻ്റെ കൂലി അള്ളാഹുവെ നീ ഞങ്ങൾക്ക് നൽകുമെന്ന് ഉറപ്പാവുകയും ചെയ്തല്ലോ. ഒരു മുറുക്ക് വെള്ളം കുടിക്കുമ്പോഴേക്കും 3 ഈത്തപ്പഴം തിന്നുമ്പോഴേക്കും അള്ളാഹുവെ ഞങ്ങളുടെ വിശപ്പടങ്ങി. അല്ലാഹുമ്മ ലക സുംതു വഅലാ റിസ്ഖിക അഫ്തർതു. നിൻ്റെ ഭക്ഷണത്തിന്മേൽ ഞാൻ നോമ്പ് തുറന്നു എന്ന് പറയാൻ കൂടുതൽ ഭക്ഷണം നമ്മൾ കഴിക്കണില്ല എന്ന് ഓർക്കണം. വളരെ ചെറിയ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുമ്പോഴേക്കും അല്ലാഹുവേ ദാഹം തീർന്നു എന്ന് പറയാൻ നമുക്ക് കഴിയുന്നു. ഒരു ഈത്തപ്പഴമോ 3 കഴിക്കുക സുന്നത്താണ്. ഇല്ലേ, 1നെ 3 ചീന്താക്കിയിട്ടെങ്കിലും കഴിക്കണമെന്നാ. 1 ഉള്ളൂ, അവൈലബിലിറ്റി കുറവാണ് എങ്കിൽ ഒരു ഈത്തപ്പഴത്തെ 3 ചീന്തുകളായിട്ട് കഴിക്കുക. എന്നിട്ട് അള്ളാഹുവിനോട് പറയാം, റബ്ബേ നിൻ്റെ ഭക്ഷണത്തിൻ്റെ മേൽ ഞാൻ നോമ്പ് തുറന്നു റബ്ബേ. അല്ലാഹുമ്മ ലക സുംതു വഅലാ റിസ്ഖിക അഫ്തർതു. അപ്പം തന്നെ പറയുന്നു, ഇത് അങ്ങ് ഏമ്പക്കം വിടുമ്പോൾ പറയാനുള്ള ദിക്റല്ല, ഇത് നോമ്പ് തുറന്നിട്ട് ഉടനെ പറയേണ്ട ദിക്റാണ്. അള്ളാഹു നിൻ്റെ ഭക്ഷണത്തിൽ ഞാൻ നോമ്പ് തുറന്നു റബ്ബേ. അള്ളാഹു നിൻ്റെ ഭക്ഷണത്തിൽ ഞാൻ എൻ്റെ ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്ത് പടച്ചവനെ. ഇപ്പോഴാണ് ഭക്ഷണത്തിൻ്റെ വില നമുക്കറിയുന്നത്. ഇപ്പോഴാണ് ഒരു ഇറക്ക് വെള്ളത്തിൻ്റെ വില എത്രയാണ്. അപ്പോഴേക്കും ദാഹം തീർന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ അള്ളാഹു നമ്മൾ പറയാൻ പഠിപ്പിച്ചത്. അള്ളാഹു തന്ന റിസ്ഖ് എന്ന് പറയുന്ന ഭക്ഷണം എന്ന് പറയുന്നത്, നമുക്ക് വായ തന്ന അള്ളാഹു തിന്നാനുള്ള ഭക്ഷണവും ലോകത്ത് വെച്ച് തന്നിരിക്കുകയാണ്. അതാണ് ഖലഖ ഫസവ്വാ. മനുഷ്യനെ വെറുതെ വായും കൊണ്ട് പറഞ്ഞയച്ചു തിന്നാൻ ഒന്നുമില്ലാത്തൊരു ലോകത്തേക്കല്ലെന്ന് അള്ളാഹു നമ്മളെ പറഞ്ഞയച്ചത്. മൂക്ക് തന്നു, ഓക്സിജൻ കിട്ടാനില്ല, വല്ല കാര്യമുണ്ടോ? അല്ലെങ്കിൽ ശ്വസിക്കാനും മണങ്ങളോ ഒന്നും ഇവിടെ കാണാനില്ല. എല്ലാം നിശ്ചയിച്ചു വെച്ചിട്ടാണ് അള്ളാഹു ഈ ശരീരത്തെ പടച്ചിട്ടുള്ളത്. യാ അല്ലാഹ്,
എന്നിട്ട് അല്ലാഹു പറയണ ഖുർആനിൽ സൂറത്തുൽ ബഖറയിൽ യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ സത്യവിശ്വാസികളെ. ഇത് വിളിക്കുമ്പോൾ കാരുണ്യവാനായ അല്ലാഹു അവനിൽ വിശ്വസിച്ച പ്രത്യേകം ആളുകളെ നോക്കി അല്ലാഹു വിളിക്കുകയാണ്. പറഞ്ഞിട്ടുണ്ട് ഇബ്നു മസ്ഊദ് തങ്ങൾ പറയാറുള്ളത് ഫഅറൂ സമഅക്കും, നിങ്ങളുടെ ചെവി മുഴുവൻ അല്ലാഹുവിന് കൊടുക്കണം. കാരണം അത് നിങ്ങളോടൊരു കാര്യം പറയാണ് അല്ലാഹു. അത് നിങ്ങൾക്ക് മാത്രമുള്ളതാണ്, പൊതുജനങ്ങൾക്കുള്ളതല്ല. മുഅ്മിനീങ്ങളെ എന്ന് പറയുമ്പോൾ ആരാണോ ആ അഭിസംബോധന ചെയ്യുന്നത്, ആ അഭിസംബോധന ചെയ്യുന്ന ആൾ കാരുണ്യവാനാണ്, നമ്മളോടുള്ള കരുണ കൊണ്ടാണ് ആ പറയുന്നത് എന്ന് ബോധ്യപ്പെടണം. നോമ്പ് എന്ന് പറയുമ്പോൾ നോമ്പ് നോറ്റോളൂ എന്ന് പറഞ്ഞേക്കല്ല. യാ അയ്യുഹല്ലദീന ആമനൂ, എന്നിൽ വിശ്വസിച്ചവരെ, സത്യവിശ്വാസികളെ, എനിക്ക് നിങ്ങളോടാ പറയാനുള്ളത്. കുതിബ അലൈക്കുമുസ്സിയാം, നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുകയാണ്. ഞാൻ നിർബന്ധമാക്കി എന്ന് പറയാം അല്ലാഹ്. കതബതു അലൈക്കും, അങ്ങനെ പറയുമ്പോൾ നമുക്ക് ചെറിയൊരു വിഷമം തോന്നും. പക്ഷേ അതൊരു പാസീവ് സെന്റൻസ് ആണ്. നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു. ആരാക്കിയത്? അല്ലാഹു തന്നെ. ഞാൻ നിർബന്ധമാക്കി എന്ന് പറഞ്ഞാൽ മതി. പക്ഷേ നിങ്ങൾക്ക് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു. കുതിബ അലൈക്കുമുസ്സിയാം, ഞാൻ നിർബന്ധമാക്കി എന്ന് പറയുന്നതും നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നു. നോക്കിയാൽ ആ രണ്ടാമത് പറഞ്ഞതാണ് ഇച്ചിരി സോഫ്റ്റായ പ്രയോഗം. അള്ളാഹു ഉപയോഗിച്ചത് അങ്ങനെയാണ്. യാ അയ്യുഹല്ലദീന ആമനു, എൻ്റെ സത്യവിശ്വാസികളെ, കുതിബ അലൈ, നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ പടച്ചോനെ ഞങ്ങളെങ്ങനെ നോമ്പ് വിളിക്കുക? വിഷമിക്കേണ്ട. ഖമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലികും, നിങ്ങൾക്ക് മാത്രമല്ല ഇത് നൂഹ് നബിയുടെ സമൂഹം ചെയ്തിട്ടുണ്ട്, മൂസ നബിയുടെ സമൂഹം, ഈസ നബിയുടെ സമൂഹം, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ സമൂഹം, സക്കരിയ നബിയുടെ സമൂഹം, യഹ്യാ നബിയുടെ, ഇവരൊക്കെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളും. അപ്പ സമാധാനായി. മനുഷ്യൻ അങ്ങനെ ചിന്തിക്കപ്പോഴും. സ്വന്തം വീട്ടിലെ കറണ്ട് പോയാലേ അയൽപക്കത്തെ കറണ്ട് ഉണ്ടോ എന്ന് നോക്കുക. അവിടെ പോയാലും അൽഹംദുലില്ലാ, കുഴപ്പമില്ല, എല്ലായിടത്തും പോയിട്ടുണ്ടല്ലോ അല്ലേ. നിങ്ങൾക്ക് മാത്രം പോയ പേടിയോ? ഇതെന്ത് കട്ട് ചെയ്തതാണോ, വേറെ എന്തെങ്കിലും കുഴപ്പമാണോ? അപ്പോൾ വേഗം ജനൽ തുറന്ന് നോക്കില്ല, വേറെല്ലായിടത്ത് പോയിട്ടുണ്ടോ? പോയി, എല്ലായിടത്തും പോയിട്ടുണ്ട്, മതി, കുഴപ്പമില്ല. അപ്പം നിങ്ങൾക്ക് മാത്രമല്ല നോമ്പ്. കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലി, അത് നിങ്ങൾക്ക് സമാധാനത്തിന് അല്ലാഹു പറഞ്ഞതാ. നിങ്ങളുടെ മുൻഗാമികൾക്ക് നോമ്പ് നിർബന്ധമായിരുന്നു. എന്നാൽ പിന്നെ സാരല്ല, നമ്മളെ മാത്രം പട്ടിണിക്കിടാൻ വേണ്ടി അല്ലാഹു ഉദ്ദേശിച്ചു എന്നല്ലല്ലോ അല്ലേ. എല്ലാവർക്കും ഉണ്ടല്ലോ ഇത്, അപ്പോൾ കുഴപ്പമില്ല. അങ്ങനെയാണ്. ജയിലിൽ അങ്ങനെ ഒരാൾ ഒറ്റക്കൊരു സെല്ല് കൊണ്ടുപോയിട്ട് ഭയങ്കര പ്രയാസമായിരിക്കും. 4-5 ആൾക്കാരെ ഒന്നിച്ച് റൂമിലിട്ടു. ഇനി എത്ര കൊല്ലം കഴിഞ്ഞാലും കുഴപ്പമുണ്ടാവില്ല. എന്തേ? നമ്മളെല്ലാവരും ഉണ്ടല്ലോ ഇവിടെ, ഒറ്റക്കല്ലല്ലോ. ഖമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലികും, നിങ്ങളുടെ മുമ്പുള്ളവർക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരുന്നത് പോലെ നിങ്ങൾക്കും നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുകയാണ്. എന്തിന് അള്ളാഹുവിനെ നിങ്ങളെ പട്ടിണി കിട്ടും വല്ല കാര്യമുണ്ടോ? ഒരു റമളാന്റെ പകലിൽ മാത്രം നോമ്പ് ഭക്ഷണം കഴിക്കണ്ടെന്ന് പറഞ്ഞു, രാത്രി അൺലിമിറ്റഡ് കഴിച്ചോളൂ എന്നാ അള്ളാഹു ഹലാലാക്കിയതല്ലേ. എത്ര വരെ പോകാം? അങ്ങനെ അൺലിമിറ്റഡ് രാത്രി കഴിക്കാമെങ്കിൽ ഈ പകൽ സേവ് ചെയ്യുന്ന ഭക്ഷണം കൊണ്ട് വല്ല മെച്ചമുണ്ടോ? അതുകൊണ്ട് സേവിങ് ഒന്നും ഇവിടെ നടക്കണില്ല. പിന്നെ എന്തിനെന്നറിയോ? ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കാനാണ്. അതിനാണ് അള്ളാഹു നിങ്ങൾക്ക് നോമ്പ് നിർബന്ധാക്കിയത്. പടച്ചോൻ നോ എന്ന് പറയുന്നിടത്ത് നോ എന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കണം. അതിനാണ് നോമ്പ്. അള്ളാഹു അരുതെന്ന് പറഞ്ഞിടത്ത് ഓക്കെ, എൻ്റെ റബ്ബിന് വേണ്ട, എനിക്ക് വേണ്ട. അള്ളാഹു ഹലാലാണ്, ഓക്കെ, ഗ്രീൻ സിഗ്നലാണ്, എന്നാൽ എനിക്ക് മതി, അല്ലെങ്കിൽ എനിക്ക് വേണ്ട എന്ന് പറയാൻ നിങ്ങളെ പഠിപ്പിക്കുകയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. ഖുർആൻ ഇറക്കിയ മാസത്തിൽ അള്ളാഹു നിങ്ങളോട് നോമ്പെടുക്കാൻ പറയാൻ. അപ്പോൾ ആ ഒരു രീതിയിലാണ് നമ്മൾ റമളാനെ സ്വീകരിക്കാൻ പോകുന്നത്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. സ്വല്ലു അലൻ നബി മുഹമ്മദിൻ വ ആലിഹി. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. جزاكم الله خير. അള്ളാഹു നമ്മുടെ തെറ്റുകുറ്റങ്ങളൊക്കെ പുറത്തു തരട്ടെ. അള്ളാഹു നമ്മുടെ രോഗികൾക്ക് ശിഫ നൽകട്ടെ. അള്ളാഹു നമ്മിന്ന് മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും ചെയ്യട്ടെ.
നമ്മളിവിടെ ഒരു മയ്യത്ത് നിസ്കാരം ഇപ്പോൾ തൊട്ട് മുമ്പ് നടന്നിരുന്നു. നമ്മുടെ തിരൂർ ഭാഗത്തുള്ള നമ്മുടെ സുഹൃത്ത് മുഹമ്മദ് കുട്ടി, അതൊരു പേരെന്തായിരുന്നു, ദ്വാരക്കൽ വസിയത്ത്, ഏതായിരുന്നാലും അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്ത് ചെയ്യട്ടെ. നമ്മുടെ ഇസ്ലാമിക് സെൻറ്ററുമായും KMCC-യുമായൊക്കെ വളരെ അടുത്ത് ബന്ധപ്പെട്ടിരുന്ന സുഹൃത്തായിരുന്നു. സ്ട്രോക്ക് വന്ന് ഇന്നാണ് അദ്ദേഹം മരണപ്പെട്ടത്. അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്ത് ചെയ്യട്ടെ. അള്ളാഹു അദ്ദേഹത്തിൻ്റെ ഖബറിടം സ്വർഗ്ഗത്തോപ്പാക്കി കൊടുക്കട്ടെ. ആമീൻ. ദുആ ചെയ്യാൻ വസിയത്ത് ചെയ്ത ഒരുപാട് ആളുകളുണ്ട്. അവർക്കൊക്കെ വേണ്ടി നമുക്ക് ദുആ ചെയ്യണം ഇൻഷാ അല്ലാഹ്. ഷഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. ഖുർആനെ സംബന്ധിച്ച് അള്ളാഹു തആല പറഞ്ഞെന്താണെന്നറിയോ? ഹുദൻ ലിന്നാസ്, ഇത് സന്മാർഗമാണ്. വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. സന്മാർഗം എന്ന് മാത്രമല്ല, സന്മാർഗത്തിൻ്റെ വിശദീകരണങ്ങളും അതിനെ ചുറ്റിപ്പറ്റിയുള്ള എല്ലാം ഈ ഗ്രന്ഥത്തിലുണ്ട്. അതാണ് ഖുർആൻ. അതുകൊണ്ട് റമളാൻ വരുമ്പോൾ നമ്മൾ ഹിദായത്തിനെ കുറിച്ച് ആലോചിക്കണം. ഹിദായത്ത് അള്ളാഹുവിൻ്റെ മാത്രം അധികാരത്തിൽപ്പെട്ട സംഗതിയാണ്. നമ്മൾ മുസ്ലിമായ ഒരു ഉമ്മക്കും ഉപ്പാക്കും ജനിച്ചു എന്നതുകൊണ്ട് നമുക്ക് കിട്ടിയ വലിയൊരു അനുഗ്രഹത്തിൻ്റെ വില നമുക്കറിയില്ല. നമ്മൾ മറ്റ് സമുദായങ്ങളിൽ പോലെ ഏതെങ്കിലും ഒരു ജാതിയിലോ മതത്തിലോ ജനിക്കുകയും അപ്പോഴും നമുക്ക് അള്ളാഹുവിനെ കണ്ടെത്തൽ ബാധ്യതയാണ്. എന്നിട്ട് നമ്മുടെ അന്വേഷണങ്ങളും നമ്മുടെ ഗവേഷണവും ഈ വഴിക്കൊരു പക്ഷേ ജന്മത്തിൽ വന്നില്ല എന്ന് വരും. നമ്മളേതോ കള്ളുടിയന്മാരായിട്ട് ജീവിക്കുന്നുണ്ടാവും. അങ്ങനെയൊന്നും പോകാതെ ചിന്തിച്ച് ആലോചിച്ച് എൻ്റെ ജീവിതം എന്നെ പടച്ചത് ആരാണ്, ഈ ജീവിതത്തിൻ്റെ ലക്ഷ്യം, ഞാൻ എന്തിനിവിടെ വന്നു, ഞാൻ എങ്ങോട്ട് പോകുന്നു, ആർക്കിതിന് ഉത്തരം തരാൻ കഴിയും, ഈ അന്വേഷണമാണ് ഇസ്ലാമിലേക്ക് എത്തുന്നത്. അങ്ങനെ കലിമ ചൊല്ലി ഷഹാദത്ത് ചൊല്ലി രണ്ട് കണ്ണിന്നും കണ്ണുനീര് വന്ന് ഒരു 20-ാം വയസ്സിലോ 30-ാം വയസ്സിലോ 50-ാം വയസ്സിലോ ഇസ്ലാം സ്വീകരിച്ച് ഈ ദീനിൻ്റെ മുറ്റത്തേക്ക് വരുന്ന ഒരു മനുഷ്യനെക്കുറിച്ച് ആലോചിക്കുക. നമുക്കതൊന്നും വേണ്ടി വന്നില്ല അല്ലേ? ജനിച്ചത് മുസ്ലിമായ ഉമ്മക്കോ ഉപ്പക്കോ ആണെങ്കിൽ ജന്മനാ മക്കൾ മുസ്ലിമാണെന്നാണ് ഇസ്ലാമിൻ്റെ നിയമം. രാജ്യങ്ങൾക്ക് വേറെ നിയമങ്ങളുണ്ടായിരിക്കാം. ഉമ്മയോ വാപ്പയോ ഒരാൾ മുസ്ലിമാണെങ്കിൽ കുട്ടി ബൈ ബർത്ത് മുസ്ലിമാണെന്നാണ്. കാരണം ഇസ്ലാം അഖ്വാമിൽ കുഫർ, ദൈവനിഷേധത്തെക്കാളും ഈമാനിനാണ് ബലമെന്നാണ് ശറഅ് പറയാം. നമുക്കങ്ങനെ കിട്ടിയ ഇസ്ലാമാണ്. നമുക്കതിൻ്റെ വില അറിയില്ല. പക്ഷെ അള്ളാഹു നമ്മളോട് 17 തവണ ഒരേ ചോദ്യം ആവർത്തിക്കാൻ പറഞ്ഞു. ഒരു ദിവസം 17 തവണ അള്ളാഹു നമ്മൾ ദുആ ഇറക്കുന്നുണ്ട്. ഒരു ദുആ എന്താണത്? ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. എന്തിനാ ചോദിക്കുന്നത് അറിയോ? സന്മാർഗം തരണേന്ന് ചോദിച്ചാൽ സന്മാർഗത്തിലാണല്ലോ നമ്മൾ. പിന്നെ എന്തിനാ ചോദിക്കുന്നത്? അതിൽ നിലനിൽക്കാൻ ഞങ്ങളെ സഹായിക്കണേ പടച്ചോനെ എന്ന്. എത്രയോ റമളാനിൽ കുപ്പിയൊക്കെ മാറ്റിയിട്ട് തൊപ്പി വെച്ച് നടന്നിട്ട് രണ്ടാമത് തൊപ്പി എടുത്ത് വെച്ചിട്ട് കുപ്പിയിലേക്ക് പോയ എത്ര ആൾക്കാരുണ്ട് അല്ലേ? റമളാൻ വരുമ്പോൾ ഭയങ്കരമായിട്ട് ഉഷാറാവും, പിന്നെ അങ്ങ് പോയി പോവും. ഹിദായത്തിൽ നിലനിർത്തിത്തരണേ പടച്ചോനെ, ഇത് വലിയൊരു സംഭവമാണ്. ഖുർആൻ ഹുദയാണ്. പക്ഷെ അത് എപ്പോഴും എല്ലാവർക്കും കിട്ടിക്കൊള്ളുന്നില്ല. ഇന്ന ലികുല്ലി അമലിൻ ശിറഹ വലികുല്ലി ശിറത്തിൻ ഫതറഹ ഫമൻ കാനത് ഫതറതുഹു ഇലാ സുന്നതി ഫഖദ് ഇഹ്തദാ ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്ന ലികുല്ലി അമലിൻ ശിറഹ. ഏതൊരു അമലിനും ആവേശത്തിൻ്റെ ഒരു കാലമുണ്ട്, ഭയങ്കരമായ ആവേശം. അന്ന് ഖുർആൻ ക്ലാസ്സിനും മജ്ലിസിനും ദുആക്കും ദിക്റിനൊക്കെ നമ്മൾ ഉണ്ടാവും. വലികുല്ലി ശിറത്തിൻ ഫതറഹ. ഈ ആവേശത്തിന് ഒരു ക്ഷീണം പിടിക്കുന്ന കാലവും അതിൻ്റെ പിന്നിൽ വരും. ആ കാലം ഒരുപക്ഷെ നിസ്കാരം പോലും മര്യാദയ്ക്ക് നിസ്കരിക്കാത്ത അവസ്ഥയിലേക്ക് മനുഷ്യൻ ചെന്നുപെടാറുണ്ട്. ഫമൻ കാനത് ഫതറതുഹു ഇലാ സുന്നതി. അങ്ങനെ ആവേശം നഷ്ടപ്പെട്ടു എന്നതുകൊണ്ട് എൻ്റെ സുന്നത്തിൽ തന്നെ നിങ്ങൾ നിലനിൽക്കുന്ന ഒരവസ്ഥയുണ്ടെങ്കിൽ കുഴപ്പമില്ല. അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ സുന്നത്ത് ആവേശമൊന്നുമില്ല, എന്നാലും ജീവിക്കുന്ന സുന്നത്ത് അനുസരിച്ചാണ്. ഫഖദ് ഇഹ്തദാ, അവർ ഹിദായത്തിലാണ്. നേരെ മറിച്ച് ചില ആളുകൾ ആവേശം കഴിഞ്ഞാൽ എല്ലാം പൂട്ടി മടക്കി വെച്ച് തിരിഞ്ഞു നടക്കും. മ്യൂസിക്കും പാട്ടും ഡാൻസും സിനിമയും അഡ്വഞ്ചറൊക്കെ ആയിട്ട് അങ്ങനെ ജീവിച്ച് മരിക്കുന്നൊരവസ്ഥയിലേക്ക് പോകും. അള്ളാഹുവിനോട് ചോദിക്കുകയാണ്, ഇഹ്ദിനാ, ഞങ്ങൾക്ക് സന്മാർഗം നിലനിർത്തി തരയണമേ, അസ്സിറാത്തുൽ മുസ്തഖീം. എന്നിട്ട് അതിനെ ഡിഫൈൻ ചെയ്തു. ഏതാണ് ഈ സന്മാർഗം എന്നറിയോ? സിറാത്തല്ലദീന അൻഅംത അലൈഹിം. അള്ളാഹുവെ നീ അനുഗ്രഹം ചെയ്ത കുറേ ആൾക്കാരുണ്ടല്ലോ, അവരാരാ? അത് ഖുർആൻ വിശദീകരിച്ചു. മിനൻ നബിയ്യീന വസ്സുദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ. അള്ളാഹുവെ അവരെപ്പോലെ ഞങ്ങളെയും ജീവിപ്പിക്കണമേ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ റിവേഴ്സ് അടിക്കരുത്. ഞങ്ങൾക്ക് കിട്ടിയ വെളിച്ചം നഷ്ടപ്പെടരുത് റബ്ബേ.
ആ വെളിച്ചം നിലനിർത്തിക്കൊണ്ടുപോരാൻ ഞങ്ങൾക്ക് സഹായം നൽകണമേ. അതാണ് അള്ളാഹിനോട് ഒരു ദിവസം 17 തവണ ചോദിക്കുന്നത്. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. ഫാത്തിഹയ്ക്ക് ഓതുമ്പോൾ അതാണ് ഫാത്തിഹയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. അല്ലാഹുവേ, നിന്നെ മാത്രമാണ് ഞങ്ങൾ ആരാധിക്കുന്നത്, നീ നൽകുന്ന സഹായം മാത്രമേ റബ്ബേ ഈ ലോകത്തുള്ളൂ, നീയാണ് എല്ലാറ്റിൻ്റെയും ദാതാവ് എന്ന് പറഞ്ഞിട്ട് റബ്ബിനോട് ചോദിക്കുകയാണ് ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. അതുകൊണ്ട് റബ്ബേ, ഞങ്ങൾ ജന്മം കൊണ്ട് മുസ്ലിമായവരാണ്, പക്ഷേ ഹിദായത്തിൽ നിലനിർത്തിത്തരാൻ ഞങ്ങളെ സഹായിക്കണേ പടച്ചോനെ. അത് ഖൽബ് തട്ടിയിട്ട് ചോദിക്കണം. അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. നമ്മുടെ ഒഴുക്കിലങ്ങനെ ഫാത്തിഹ ഓതി പോവും. ആ ഓതി ഇഹ്ദിനെ നമ്മൾ അറിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല. അതൊക്കെ അങ്ങനെ ട്രെയിൻ കടന്നു പോകണ പോലെ അങ്ങനെ പോയിട്ടുണ്ടാവും. ഓവാലത്തിനും കൂടെ പോകുന്നില്ലേ, പാലറിയുന്നുണ്ട്, നമ്മളറിയുന്നുണ്ട് പാലത്തും കൂടെ പോകണമെന്ന്. അങ്ങനെ പോവാണ്, ട്രാക്ക് ഇങ്ങനെ കിടക്കല്ലേ. അള്ളാഹുവിനോട് ചോദിക്കുന്ന ചോദ്യം എന്തേ? ഹിദായത്ത് ചില ആളുകൾക്ക് കിട്ടുന്നത് വളരെ പെട്ടെന്നാണ്, ചില ആളുകൾക്ക് ഒരുപാട് സമയമെടുത്തിട്ടാണ്. ചില ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നത് ആരുടെയെങ്കിലും ഒരു പ്രഭാഷണമോ ഒരു വഅളോ ഒരു ഉപദേശമോ ഒരു നസീഹത്തോ ഒരു കോൺവെർസേഷനോ ഒരു സംഭാഷണമോ എന്തെങ്കിലും കാരണം ഉണ്ടാവും. ഇതൊന്നുമില്ലാതെ ജീവിതത്തിൽ ഒരു അപകടം കൊടുത്തുകൊണ്ടുള്ള ഹിദായത്ത് കൊടുക്കും, ഒരു വലിയ പരീക്ഷണത്തിൽപ്പെടുത്തിക്കൊണ്ടുള്ള ഹിദായത്ത് കൊടുക്കും. ചില ആളുകൾക്ക് ഹിദായത്ത് ലഭിക്കുന്ന ചില സ്വപ്നങ്ങൾ കാരണമാണ്. ചില ആളുകളുടേത് പെട്ടെന്നവർക്ക് തോന്നുന്ന ചില തോന്നലുകളാണ് ഹിദായത്തിലേക്ക് വഴിവെക്കുക. എത്രയോ അനുഭവങ്ങൾ, എത്രയോ സംഭവങ്ങളുണ്ട്. ഒരുപാട് ഇസ്ലാമിലേക്ക് കടന്നു വന്ന കൺവേർട്ടുകളുടെ വീഡിയോസ് ഉണ്ട്, യൂട്യൂബിൽ നോക്കിയാൽ കാണാൻ പറ്റും. ഓരോരുത്തരുടേതും യുണീക്കാണ്. ഓരോരുത്തരും ഇസ്ലാമിലേക്ക് വരാനുണ്ടായ കാരണം നമ്മൾ നോക്കിയാൽ വളരെ മനോഹരമാണ്, വ്യത്യസ്തങ്ങളാണ്, ഡൈവേഴ്സ്. നമ്മൾ അത്ഭുതപ്പെട്ടു. ഇതുകൊണ്ടാണ് ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത വലാകിന്ന അല്ലാഹ യഹ്ദീ മൻ യശാ. അല്ലാഹുവിൻ്റെ റസൂലേ, അങ്ങാഗ്രഹിക്കുന്നവർക്ക് ഹിദായത്ത് കൊടുക്കാൻ അങ്ങയെ കൊണ്ട് കഴിയില്ല നബിയെ, അത് നൽകുന്നത് അല്ലാഹുവാണ്. കഅനബി തങ്ങളുടെ ചരിത്രം പറയുന്നുണ്ട്. ഇമാം കഅനബി മുഹദ്ദിസാണ്, ഹദീസ് പണ്ഡിതനാണ്. ഇമാം കഅനബി തങ്ങൾ ഹദീസ് പണ്ഡിതനാണ്. ഇമാം കഅനബി റഹ്മത്തുള്ളാഹി തആല അലൈഹി. പറഞ്ഞു നോക്കി, ഇമാം കഅനബി റഹ്മത്തുള്ളാഹി തആല അലൈഹി. ഒരു ദിവസം വീഞ്ഞു കുടിച്ച്, നമ്മൾ കള്ളുടിച്ച് പൂസാവുക എന്നൊക്കെ പറയില്ലേ, ബോധമല്ലാണ്ട് വീട്ടിൻ്റെ മുമ്പിൽ മൂപ്പരുടെ കൂടെ കുടിക്കുന്ന ചങ്ങാതിമാരെയും കാത്തവിടെ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് തൻ്റെ വീടിൻ്റെ മുമ്പിലൂടെ ഒരു സംഘം ആളുകൾ ഒരു മഹാപണ്ഡിതൻ്റെ പിന്നാലെ ഇങ്ങനെ പോകുന്നത്. ചരിത്രങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അതാരായിരുന്നു? അല്ലാമ ശുഅബത്ത് ഇബ്നു ഹജ്ജാജ്, ഹദീസ് പണ്ഡിതനായ ഇമാം ശുഅബ തങ്ങളാണ്. അപ്പോൾ ഇയാൾ ചെറിയ ബോധം ഉണ്ടാവുമല്ലോ, കള്ളുടിയന്മാരാണെങ്കിലും. ഇതാരാന്ന് ചോദിച്ചു. ശുഅബയാണ്. മൻ ശുഅബ? ആരാണ് ഈ ശുഅബ എന്ന് പറഞ്ഞാൽ? അൽ മുഹദ്ദിസ്, ഹദീസ് പണ്ഡിതനാണ്. ഇവരെന്താ പറയണത്? അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ ഹദീസാണ് പറയണത്. എനിക്കും കിട്ടുമോ? പോയി നോക്കിയെന്ന് പറഞ്ഞു. നിങ്ങൾ എനിക്ക് പോവാം. അപ്പോൾ അദ്ദേഹം ധരിച്ചത് ചരിത്രത്തിൽ കാണാം, ചുവന്ന കുപ്പായമാണ്. ഈ ചുവന്ന കുപ്പായവും അതുപോലെ കുങ്കുമ കളറുള്ള കുപ്പായവും ധരിക്കൽ നമുക്ക് നിഷിദ്ധമാണെന്ന് ഹദീസിലുണ്ട്. ചുവന്ന കുപ്പായത്തിന് ലൈനുകളുണ്ടെങ്കിൽ കുഴപ്പമില്ല, പ്ലെയിൻ ചുവപ്പ് അത് നബി തങ്ങൾ പാടില്ലെന്ന് പറഞ്ഞ കുപ്പായമാണ്. കുങ്കുമവും അങ്ങനെയാണ്, കുങ്കുമ നിറത്തിലുള്ള കുപ്പായം, സഫ്രോൺ കളറുള്ള കുപ്പായം. ഇത് രണ്ടും മുശ്രിക്കുകളുടേതാണ്, അത് ദൈവനിഷേധികളുടേതാണ് എന്ന് ഹദീസിലുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബ നബി തങ്ങളത് പറയുമ്പോൾ നമ്മുടെ നാട്ടിലിപ്പോൾ ഇങ്ങനത്തെ ആശയക്കാർ കൊണ്ടുനടക്കുന്നവർ ഇത് കൊണ്ടുനടക്കും. ആര് ചിന്തിച്ചു, ആര് മനസ്സിലാക്കി? ഹദീസിൽ 1400 കൊല്ലം മുമ്പുള്ള ഹദീസാണിത്. ശുഅബ തങ്ങൾ അന്നിട്ടത്, ഈ ഇമാം കഅനബി അന്ന് ഇമാമൊന്നുമല്ല, കഅനബി ചെറുപ്പക്കാരനാണ്. അദ്ദേഹം ചുവന്ന കുപ്പായ ഇട്ടത്. ചുവന്ന കുപ്പായത്തിന് ഖൈത്തുകൾ എന്ന് പറയും, അതായത് വരകളുണ്ടെങ്കിൽ കുഴപ്പമില്ല, ഏതെങ്കിലും ഒരു വരകളോ ഡിസൈനുകളോ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. പ്ലെയിനായിട്ടുള്ള ചുവപ്പിടരുത് എന്നാണ്, പാടില്ലെന്നാണ്, ഹറാമാണ്, കുറ്റകരമാണ്. പാർട്ടി തലയിൽ കയറി പറഞ്ഞിട്ട് കാര്യമില്ല, പക്ഷേ ഹദീസ് പറയുകയാണെങ്കിൽ അത് അങ്ങനെയാണ്. അതിനിപ്പോൾ എന്നോട് ചൂടായിട്ട് കാര്യമില്ല, ഹദീസ് അതാണ്. അപ്പോൾ ഇദ്ദേഹം ഈ കുപ്പായിട്ടിട്ടാണ് ചെല്ലണത്. അപ്പം ഇമാം ശുഅബ തങ്ങൾ കണ്ടപ്പോഴേ ദേഷ്യം വന്നു. കാരണം നബിതങ്ങൾ ചെയ്യരുതെന്ന് പറഞ്ഞ കുപ്പായിട്ടിട്ടായി വരുന്നത്. അയാൾ പറഞ്ഞു, ഹദ്ദിസിനി, എനിക്ക് ഹദീസ് പറഞ്ഞുതാ. അപ്പം ആലിമീങ്ങൾക്ക് ഒരു രീതിയുണ്ട്, ഹദീസും ഖുർആൻ ക്ലാസും ദർസും എന്നൊക്കെ പറയണത് അത് ആഗ്രഹിച്ചു വരുന്ന അതിന് യോഗ്യതയുള്ളവർക്കേ കൊടുക്കുള്ളൂ എന്നാ. എത്രയോ സംഭവങ്ങളുണ്ട്.
ക്ലാസ്സിലേക്ക് ലേറ്റായിട്ട് വന്നാൽ പോയിക്കോ, ക്ലാസ് തീർന്നിട്ടുണ്ടെങ്കിൽ പറഞ്ഞു തരില്ല, അങ്ങനെ പറഞ്ഞു വിട്ട് എത്രയോ ഇമാമിങ്ങളുണ്ട്. ഇമാം സുഹരി തങ്ങളുടെയും ഇമാം യഹ്യ ബിൻ മഈൻ റഹ്മത്തുള്ളാഹി അലൈഹി ദർസിലേക്ക് എവിടുന്നോ ദൂരന്ന് വന്ന ആളാ പറഞ്ഞു, ഞാൻ 1/2 ദിർഹം വാടക കൊടുത്തിട്ടാണ് ഒരു കഴുതപ്പുറത്ത് ഇങ്ങോട്ട് എത്തിയത്, ക്ലാസ് കഴിഞ്ഞല്ല, അടുത്ത 1/2 ദിർഹമായിട്ട് തിരിച്ചു പോയിക്കോ എന്ന് പറഞ്ഞു. നാമ്പര് അതിനൊക്കെ ഒരു നിലയും വിലയുണ്ടെന്ന് അവരങ്ങനെ കണക്കാക്കിയത്. അങ്ങനെ വെറുതെ വാരിക്കൂരി കൊടുക്കാനുള്ളതല്ല. അങ്ങനെ കഅനബിയോട് കഅനബി ചോദിക്കുകയാണ് ഇമാം ശുഅബത്ത് ബിൻ ഹജ്ജാജ് തങ്ങളോട്, എനിക്ക് ഹദീസ് പറഞ്ഞുതരൂ. പറഞ്ഞു, നിനക്കൊന്നും ഞാൻ ഹദീസ് പറഞ്ഞു തരൂല. അതിൽ അരയിന്ന് കത്തിയെടുത്തുന്ന ലഅജ്റഹന്നക്, ഞാൻ കുത്തുന്ന. അപ്പോൾ പേടിച്ചു. എന്നാ അവിടെ ഇരിക്കും, ഞാൻ പറഞ്ഞുതരാം. ഹദ്ദസനാ മൻസൂറുൻ عن ربعي عن ابن مسعود الثقفي رضي الله عنه قال قال رسول الله صلى الله عليه وسلم إذا لم تستحي فاصنع ما شئت. എൻ്റെ ഗുരുനാഥൻ ഇമാം മൻസൂർ എന്നവർ, അവരുടെ ഗുരുനാഥൻ റിബഈ തങ്ങളിൽ നിന്ന് താബിഈയാണ്. റിബഈ എന്നവർ അബൂ മസ്ഊദ് അൽ ബദരി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് കേട്ട ഹദീസ് അവർ അല്ലാഹുവിൻ്റെ ഹബീബ് പറയുന്നത് കേട്ടു. എന്താ കേട്ടത്? ഇദാ ലം തസ്തഹി, നിനക്ക് നാണമില്ലെങ്കിൽ ഫസ്ന മാ ശിഅ്ത്, നീ ഉദ്ദേശിച്ചതൊക്കെ ചെയ്തോ. അതിലങ്ങോട്ട് ഹിദായത്ത് കിട്ടിയ ആളാണ് ഇമാം കഅനബി. അദ്ദേഹം ഒരു സാധാരണക്കാരൻ നന്നായി എന്നല്ല ഇത് പറയാം. ഇമാം കഅനബി അൽ മുഹദ്ദിസ്, ഹദീസ് പണ്ഡിതനായിട്ട് മാറിയുന്ന, വെറും സാധാരണ നന്നായതല്ല ഇത്. ഇമാം കഅനബി ഹദീസ് പണ്ഡിതനാണ്. ഉലമാ ഉൽ ഹദീസിൽ, പണ്ഡിതന്മാരുടെ അഇമ്മത്തുൽ ഹദീസിൽ അബുൽ ഹസൻ അൽ ബസ്രി തങ്ങളുടെ ആ ഒരു പരമ്പരയിൽ കടന്നു വരുന്ന ഹദീസ് പണ്ഡിതന്മാരുടെ ഒരു വലിയൊരു സംഘമുണ്ട്. അവരാണ് ഈ ഹദീസുകൾ നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടെത്തിച്ചു തന്നത്. അതിൽ അറിയപ്പെടുന്ന ആളാണ്. ഇമാം മാലിക് എന്നവരുടെ ശിഷ്യനാണ്. ഇമാം മാലിക് എന്നവരിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൻ്റെ ഇമാം ശുഅബ തങ്ങൾ എന്നീ ഒരൊറ്റ ഹദീസേ ഉദ്ധരിക്കുന്നുള്ളൂ. ബാക്കി അദ്ദേഹം സനദുകൾ അധികം പോകുന്ന ഇമാം മാലിക് തങ്ങളിൽ നിന്നാണ്. മാലിക് എന്നവരോ 100ഓളം സ്വഹാബിമാരെ നേരിട്ട് കണ്ട് പരിചയപ്പെട്ട ഇമാമാണ്. മദീനക്കാരനായ മാലിക്കി മദ്ഹബിൻ്റെ ഇമാം മാലിക് ഇബ്നു അനസ് റഹ്മത്തുള്ളാഹി തആല അലൈഹി. അങ്ങനെ ഉമ്മയോട് ചെന്ന് പറഞ്ഞതാണ്, ഉമ്മാ, എൻ്റെ കുടിയന്മാരായ കൂട്ടുകാരിവിടെ വന്നാൽ അവരോട് പറയണേ കഅനബി മാറിയിട്ടുണ്ട്, കഅനബിന് കുടിക്കാനില്ല. അവരോട് പറയണം എന്നെ അന്വേഷിച്ച് ഈ പടിവാതിൽക്കൽ വരാൻ പാടില്ല എന്നെൻ്റെ കൂട്ടുകാരോട് പറയണം. ഉമ്മ, ഞാൻ പോവാൻ. അപ്പോൾ ഉമ്മ അത്ഭുതപ്പെട്ടു പോയി, എന്താ പടച്ചോനെ ഇത്? ഇന്ന് രാവിലെ വരെ കുടിച്ച് പൂസായി പോയ മനുഷ്യൻ പറയാണ് ഇനി മുതൽ ഞാൻ കുടിക്കൂല. എന്ത് സംഭവിച്ചു? ഈ ഒരൊറ്റ ഹദീസാണ്, ഒരൊറ്റ ഹദീസ്. ചിലക്ക് അത്ര മതിയാവും, ചിലക്ക് കൊല്ലങ്ങളോളം കേൾക്കേണ്ടി വരും, മാസങ്ങളോളം കേൾക്കേണ്ടി വരും. ചിലക്കൊരു ചെറിയ ശകലം കിട്ടിയാൽ മതി, അല്ലാഹു ഹിദായത്തിൻ്റെ നൂറ് അങ്ങോട്ട് കൊടുക്കും. അങ്ങനെ കിട്ടിയതാണ് ഹുദൻ ലിന്നാസ്. ഇത് വല്ലാത്തൊരു ഹിദായത്താണ്, ഇത് വല്ലാത്ത ഹിദായത്താണ്. ജുബൈർ ഇബ്നു മുത്ഇം, ബദറിൽ പിടിക്കപ്പെട്ട ബദറിലെ ചെറപ്പുള്ളികളിൽപ്പെട്ട ആളായിരുന്നു ജുബൈർ ഇബ്നു മുത്ഇം റളിയല്ലാഹു തആല അൻ. അല്ലാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം മഗ്രിബ് നിസ്കാരത്തിന് സൂറത്തു തൂർ ഇങ്ങനെ ഓതുകയാണ്. അം ഖുലിഖൂ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം أم خلقوا من غير شيء أم هم الخالقون أم خلقوا السماوات والأرض بل لا يوقنون أم عندهم خزائن ربك أم هم المسيطرون. ഇത്രയേ കേട്ടിട്ടുള്ളൂ. ബദറിൽ മുസ്ലിമീങ്ങളോട് യുദ്ധം ചെയ്യാൻ വന്ന ഒരു യോദ്ധാവ് ജുബൈർ ഇബ്നു മുത്ഇം, മുത്ഇമിൻ്റെ മകൻ ജുബൈർ റളിയല്ലാഹു അൻഹു, അന്ന് ബദർ യുദ്ധം തോറ്റപ്പോൾ യുദ്ധക്കളത്തിൽ നിന്ന് ഓടി രക്ഷപ്പെടുന്നതിനിടെ പിടിക്കപ്പെട്ട ആളാണ്. ബദറിലെ ക്യാപ്റ്റീവ്സ്, ബദറിലെ യുദ്ധ തടവുകാരിൽപ്പെട്ട ആളായിരുന്നു ജുബൈർ മുത്ഇം. അല്ലാഹുവിൻ്റെ ഹബീബ് അവിടെ നിന്ന് മഗ്രിബ് നിസ്കാരത്തിന് ഇമാം നിന്നപ്പോൾ തങ്ങൾ ഓതിയത് അദ്ദേഹം കേട്ടതാണ്. എന്താ കേട്ടത്? അം ഖുലിഖൂ മിൻ ഗൈരി ഷൈ. യുക്തിവാദികളോട് ഖുർആൻ ചോദിക്കുന്ന ചോദ്യമാണ് ഇതൊക്കെ. അം ഖുലിഖൂ മിൻ ഗൈരി ഷൈ, ഒരു കാരണവുമില്ലാതെ അവർ സൃഷ്ടിക്കപ്പെട്ടതാണോ? അം ഹുമുൽ ഖാലിഖൂൻ, അതല്ല അവർ തന്നെ പടച്ചതാണോ? പടച്ചവനില്ല എന്ന് പറയേ, അവരാരുമില്ലാതെ ഒരു കാരണമില്ലാതെ ഉണ്ടായതാണോ? മനുഷ്യൻ അങ്ങനെ പറയോ ഞങ്ങൾ വെറുതെ ഉണ്ടായി ഭൂമിയും പൊട്ടിമുളച്ചു? അല്ലെങ്കിൽ അവർ പറയണം ഞങ്ങൾ ഉണ്ടാക്കിയതാണ് എന്ന് പറയും. അം ഖലഖുസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളെ അവരാണോ പടച്ചത്? മനുഷ്യരാണോ പടച്ചത്? ഒരിക്കലല്ല. കാരണം മനുഷ്യൻ വരുമ്പോൾ ഇവിടെ ഇതൊക്കെ ഉണ്ട്, ഈ പ്രപഞ്ചം ഇവിടെ ഉണ്ട്, ഭൂമിയും ആകാശവും ഇവിടെ ഉണ്ട്. ആദം നബി അലൈഹിസ്സലാം വരുമ്പോൾ ഇത് മനുഷ്യനുണ്ടാക്കിയതല്ല, മനുഷ്യന് മുമ്പുണ്ട്.
മനുഷ്യന് മുമ്പുണ്ടെങ്കിൽ മനുഷ്യനുണ്ടാക്കിയല്ല എന്ന് ഉറപ്പല്ലേ? അപ്പോൾ പിന്നെ ആരുണ്ടാക്കിയതാണ്? ആ ഖാലിഖിൻ്റെ പേരാണ് അല്ലാഹ്. അം ഖലഖുസ് സമാവാതി വൽ അർദ് ബൽ ലാ യൂഖിനൂൻ. അവർ ലോജിക്കുകളെ അംഗീകരിക്കാത്തവരാണ്. അതിനർത്ഥം ലാ യൂഖിനൂൻ. മന്തിഖ് എന്ന് പറഞ്ഞ സംഗതി, ലോജിക്ക് എന്ന് പറഞ്ഞ സംഗതി ഉണ്ട്. ഒരു സാധനം വെറുതെ ഉണ്ടാവില്ല. ഇതിവിടെ പ്രിൻ്റ് ചെയ്ത്, ഇത് ഒരാൾ ടൈപ്പ് ചെയ്ത് പ്രിൻ്റ് ചെയ്ത് ഡിസൈൻ ചെയ്താലേ ഈ പേപ്പറോടെ ഉണ്ടാവുള്ളൂ. ഇത് ബദീഹിയായ ചില ഫാക്റ്റുകളാണ്. വളരെ എല്ലാവർക്കും അംഗീകരിക്കാൻ കഴിയുന്നൊരു സംഗതിയാണത്. അതുപോലും അംഗീകരിക്കാൻ പറ്റാത്തവരാണ് ഈ പ്രപഞ്ചമൊക്കെ വെറുതെ ഉണ്ടായി എന്ന് പറയാം. അം ഇൻദഹും ഖസാഇനു റബ്ബിക്. ചോദിക്കുക നബിയെ, അവരുടെ കൈകളിൽ പ്രപഞ്ചത്തിൻ്റെ ഖജനാവുകൾ അവരുടെ കയ്യിലാണോ ഉള്ളത്? ഊർജത്തിൻ്റെ ഖജനാവ്. അല്ലാഹു തആല പറഞ്ഞു നോക്കി, വമാ നുനസ്സിലുഹു ഇല്ലാ ബിഖദരിൻ മഅലൂം വമാ നുനസ്സിലുഹു ഇല്ലാ ബിഖദർ. അല്ലാഹു ഓരോതിൻ്റെയും ഖജനാവുകളെ അത് അർഹിക്കുന്ന രീതിയിലാണ് അല്ലാഹു ഭൂമിയിലേക്ക് ഇറക്കുന്നത്. മുമ്പ് വിറക് കത്തിച്ചിട്ട് നമ്മൾ എനർജി ഉണ്ടാക്കിയിരുന്നു, പിന്നെ അത് കൽക്കരിയായി. എന്നാൽ പിന്നെ അന്ന് തന്നെ അള്ളാഹു സോളാർ എനർജിയൊക്കെ പ്രോസസ്സ് ചെയ്യുന്ന ടെക്നോളജി മനുഷ്യന് പഠിപ്പിച്ചെടുത്തുകൂടായിരുന്നോ? അന്ന് അള്ളാഹ്ക്ക് പെട്രോളും ഡീസലും കാണിച്ചെടുത്തുകൂടായിരുന്നോ മനുഷ്യന്? ഇല്ല. കുറേ കാലം കൽക്കരി ഇങ്ങനെ ഓടി. കൽക്കരി ട്രെയിനെ കണ്ടവരൊക്കെ ഇതിലുണ്ടാവും അല്ലേ? ഇല്ലേ? ഇവിടെയൊക്കെ വളപട്ടണത്തൂടെ പോകുമ്പോൾ കണ്ടിട്ടില്ലേ? പിന്നെ കുറേ കാലം കഴിഞ്ഞപ്പോൾ ഇലക്ട്രിക്കായി മാറി അല്ലേ? ഇലക്ട്രിക് ആകുമ്പോൾ ഏറെക്കുറെ പൊല്യൂഷനും കാര്യങ്ങളൊക്കെ ഒഴിവായി. ഇനി കുറച്ച് കഴിഞ്ഞാൽ നേരെ സോളാറിൽ നിന്ന് ഡയറക്റ്റ് പോകുന്ന സോളാർ പാനലുകൾ വെച്ച് ഓടുന്ന വണ്ടികൾ വരും. അത് കഴിഞ്ഞാൽ വേറെന്തെങ്കിലും വരും. കൽക്കരി തീർന്നു തുടങ്ങിയെന്ന് ലോകത്ത് ഭയങ്കര ടെൻഷൻ അടിച്ചൊരു കാലം ഉണ്ടായിരുന്നു. ഇനി എവിടെന്നാ കൽക്കരി? മനുഷ്യൻ്റെ പോപ്പുലേഷൻ കൂടിക്കൊണ്ടിരിക്കുകയാണ്. കൽക്കരി, കോൾ, ഈ സാധനം കിട്ടാനില്ല. അപ്പോൾ എന്ത് ചെയ്യും? അപ്പോൾ അല്ലാഹു തആല അടുത്തൊരു ഖസാന അങ്ങോട്ട് തുറന്നു കൊടുത്തു. ഡീസലും പെട്രോളും ഗ്യാസും, നാച്ചുറൽ ഗ്യാസ്. ഒരു 100-150 കൊല്ലം വരെ ഓടാനുള്ള റിസർവുകൾ ഭൂമിയിലുണ്ടെന്നാണ്. പക്ഷെ അത് കഴിഞ്ഞാൽ തീരും. അപ്പോഴേക്കും അതിൻ്റെ സബ്സ്റ്റിറ്റ്യൂട്ട് അള്ളാഹു മറ്റൊന്ന് കാണിച്ചു കൊടുക്കുകയാണ്. ഓരോന്നിൻ്റെയും ഖസാന അള്ളാഹിൻ്റെ കയ്യിൽ. എന്നിട്ട് പറഞ്ഞ് അത് കൃത്യമായും സമയത്തിനനുസരിച്ച് അള്ളാഹു തുറന്നു കൊടുക്കുകയാണ്. എല്ലാം കൂടെ തുറന്നു വെച്ച് കൊടുത്തിട്ടില്ല. ഇപ്പം നമ്മൾ ഒരു ഭക്ഷണം മേശയിൽ എടുത്തു വെക്കുമ്പോഴേ എല്ലാം കൂടെ ഒരുമിച്ച് വെക്കുന്നതും, ആദ്യം കുടിക്കാനൊരു സൂപ്പ് കൊണ്ടുവന്നു, ആ സൂപ്പ്, അപ്പോൾ വേറൊന്നും അതിൻ്റെ അപ്പുറത്തൊന്നും ഇല്ല. അത് കഴിഞ്ഞപ്പോൾ ഒരു ചെറിയ സ്നാക്ക്, അത് കഴിഞ്ഞപ്പോൾ പിന്നെ വേറൊന്ന്, അത് കഴിഞ്ഞപ്പോൾ ഒരു മെയിൻ കോഴ്സ് വന്നു. ഇതെല്ലാം കൂടെ ഒന്നിച്ച് മേശയിൽ വെക്കുന്നതും ഒരുപോലെയല്ല. ആണോ? എന്താ വരാൻ പോകണതെന്ന് അറിയാതെ അങ്ങനെ ഇരിക്കുക. പടച്ചോനെ ഇതുമ്പോൾ തീരുമോ? പണ്ട് ഉസ്താദിന് ചിലവ് കൊടുത്തിട്ട് അത്തിപ്പഴത്തോളം മതി എന്ന് പറഞ്ഞ് പെട്ടുപോയൊരു ഉസ്താദിൻ്റെ കഥ പറയാറുണ്ട്. ഉസ്താദ്മാരെല്ലാം പറയാൻ പറ്റുള്ളൂ, തിരിച്ചു പറയില്ലല്ലോ. അപ്പം അങ്ങനെ പല കഥകളുണ്ടാവും. ഉസ്താദിന് കുമ്പളങ്ങ കൊടുത്തതും അത് ചുരങ്ങ കൊടുത്തതും അങ്ങനെയൊക്കെ പല കഥകളുണ്ടാവും. അപ്പോൾ എന്താണ് ഈ വരാൻ പോകുന്നത് എന്ന് അള്ളാഹു മറച്ചു വെച്ചിരിക്കുകയാണ്. ആ ടൈം ആകുമ്പോൾ മുമ്പോട്ട് കൊണ്ടുപോയി കൊടുക്കുകയാണ്. യാ അല്ലാഹ്, അതിൽ വല്ലാത്ത അത്ഭുതമല്ലേ? വഇമ്മിൻ ഷൈഇൻ ഇല്ലാ ഇൻദനാ ഖസാഇനു. എല്ലാറ്റിൻ്റെയും ഖജനാവുകൾ നമ്മുടെ പക്കലുണ്ട് നബിയേ. വമാ നുനസ്സിലുഹു ഇല്ലാ ബിഖദരിൻ മഅലൂം. വളരെ കൃത്യമായ അളവിലാണ് നമ്മളത് ഭൂമിയിലേക്ക് ഇറക്കി കൊടുക്കുന്നത്, എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ മുമ്പിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. എല്ലാം അള്ളാഹിൻ്റെ അടുത്തുണ്ട്, ഒന്നിച്ചിട്ട് കൊടുക്കൂല. ഒരുപാട് മെഷീനറി ഇന്ന് ലോകത്തുണ്ട് എന്ന് വിചാരിച്ച് അടുത്ത ഒരു 100 കൊല്ലം കൊണ്ട് കുഴിച്ചെടുക്കേണ്ട സ്വർണ്ണം ഇപ്പോൾ കുഴിച്ചാൽ കിട്ടൂല. മനുഷ്യന് പറ്റാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ കുഴിച്ചെടുക്കൂലേ ഇപ്പം ഒറ്റടിക്ക്. അങ്ങനെ ഇരുമ്പും മറ്റു ലോഹങ്ങളും ഭൂമിയിൽ നിന്ന് കിട്ടുന്ന പോലെ സ്വർണ്ണമെങ്ങാനും കിട്ടാൻ തുടങ്ങിയാൽ ലോകത്തെ സർവ്വ കറൻസികളും ഇടിയും. കറൻസിക്ക് മൂല്യമില്ലാണ്ടാവും. പക്ഷെ അള്ളാഹു അത് കുറച്ച് ഇങ്ങനെ വീര്യത്തിലേ കൊടുക്കുള്ളൂ. എല്ലാത്തിനും സ്വർണം കിട്ടൂല. അത് അകൃത്യമായ അളവിൽ അള്ളാഹു. ഇതില്ലെങ്കിൽ ലോകത്തെ സമ്പദ് വ്യവസ്ഥ തകർന്നു പോകും. കാരണം സ്വർണത്തെ ബേസ് ചെയ്തിട്ടല്ലേ കറൻസി പേപ്പർ നിൽക്കുന്നത്. ഇത് അള്ളാഹുവിൻ്റെ ഹിക്മത്താണ്. മനുഷ്യൻ എങ്ങനെ തലതല്ലിയിട്ടും കാര്യമില്ല. ഓരോ കാലഘട്ടത്തിനും ആവശ്യമുള്ളതേ കൊടുക്കുന്നുള്ളൂ, കൃത്യമായ അളവിൽ. അപ്പോൾ അള്ളാഹു തആല ചോദിക്കുന്ന ചോദ്യം അതാണ്. ഇത് ജുബൈർ ബിൻ മുത്ഇം എന്നവരിങ്ങനെ കേൾക്കാൻ. അം ഖുലിഖൂ മിൻ ഗൈരി ഷൈ. ഒന്നുമില്ലാണ്ട് വെറുതെ ഉണ്ടായതെന്ന് അവരെ പറ്റി ചിന്തിക്കുകയാണോ? ഖുർആന്റെ ചോദ്യം. അവർ വെറുതെ പൊട്ടിമുളച്ചാന്ന് അവർക്ക് തോന്നുന്നുണ്ടോ? അള്ളാഹു ചോദിക്കുകയാണ്. അം ഖുലിഖൂ മിൻ ഗൈരി ഷൈ.
അം ഹുമുൽ ഖാലിഖൂൻ. അവർ അല്ലാഹു എന്ന സൃഷ്ടാവിനെ അംഗീകരിക്കുന്നില്ലെങ്കിൽ അവർ പറയട്ടെ അവർ തന്നെ ഉണ്ടാക്കിയതാണോ? അങ്ങനെ പറയും, മനുഷ്യനെ ഞാൻ ഉണ്ടാക്കിയതാണ്. മനുഷ്യൻ പറയും എൻ്റെ കുട്ടിയെ ഞാൻ ഉണ്ടാക്കിയതാണ്. അങ്ങനെ ആർക്കും പറയാൻ പറ്റുമോ? മനുഷ്യൻ്റെ കുട്ടിനെ മനുഷ്യൻ ഉണ്ടാക്കല്ല. മനുഷ്യനിലെ ബീജം ആ കുഞ്ഞിൻ്റെ സൃഷ്ടിപ്പിൻ്റെ ആദ്യ കാരണമാണ്. ആ ബീജം എഗ്ഗുമായിട്ട് ആ സ്പേം സെൽ കൂടിക്കലരുന്ന പണി പോലും മനുഷ്യനല്ല ചെയ്യുന്നത്. മനുഷ്യൻ്റെ ശരീരത്തിൽ മനി എന്ന് പറയുന്ന ആ ഒരു സ്രവം സ്രവിക്കുന്നു എന്നല്ലാതെ പിന്നീടത് എന്ത് നടക്കുന്നു എന്ന് പോലും മനുഷ്യന് കൺട്രോളില്ല. അത് അല്ലാഹു ചെയ്യുന്ന പണിയാണ്. അവിടെ എഗ്ഗുണ്ടോ, എഗ്ഗ് റെഡിയാണോ, സ്ത്രീയുടെ ഗർഭാശയത്തിൽ അണ്ഡവുമായി കൂടിച്ചേരാൻ ഇതിന് കെൽപ്പുണ്ടോ ഇല്ലയോ, ഇതൊന്നും നമുക്ക് അസസ് ചെയ്യാൻ കഴിയില്ല. മനുഷ്യനാണോ മക്കളുണ്ടാക്കുന്നത്? നമ്മൾ വെറുതെ പറയും വാപ്പുണ്ടാക്കിയതാണോ? അങ്ങനെയാണെങ്കിൽ വാപ്പാക്ക് കുട്ടിയുടെ മുഖം നല്ല ചൊറുക്കുള്ള കുട്ടികളല്ലേ ലോകത്തുണ്ടാവുള്ളൂ മൊത്തം. വാപ്പാക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റണ്ടേ? വാപ്പാക്ക് അറിയില്ല ഇതാണോ പെണ്ണോന്ന്. ആ സമയമാകുമ്പോൾ സ്കാൻ ചെയ്താലേ തിരിയുള്ളൂ അല്ലേ? വാപ്പാക്കറിയില്ലേ കുട്ടീൻ്റെ സ്വഭാവം? വാപ്പാക്കറിയില്ലേ കുട്ടിയുടെ ഇന്റേണൽ ഓർഗൻസിനുള്ള കുഴപ്പമുണ്ടോ, മന്ദബുദ്ധിയുണ്ടോ, ഓട്ടിസം ഉണ്ടോ? വാപ്പാക്കറിയൂല. അങ്ങനെ വാപ്പയാണ് സൃഷ്ടിക്കുന്നതെങ്കിൽ വളരെ പെർഫെക്റ്റ് മക്കളല്ലേ ലോകത്തുണ്ടാവേണ്ടത്? ഓരോരുത്തരും തൻ്റെ മക്കൾ പെർഫെക്റ്റ് ആവണമെന്നല്ലേ ആഗ്രഹിക്കുന്നത്? നിങ്ങളല്ല ഉണ്ടാക്കുന്നത് മറ്റൊരാളാണ്. അതാണ് അല്ലാഹുവിൻ്റെ ചോദ്യം. അം ഖുലിഖൂ മിൻ ഗൈരി ശൈ അം ഹുമുൽ ഖാലിഖൂൻ അം ഖലഖുസ് സമാവാതി വൽ അർള് ബൽ ലാ യൂഖിനൂൻ. അവരുടെ സൃഷ്ടിപ്പിനെ സംബന്ധിച്ച് പോലും അവർക്ക് സംശയമുണ്ടായിരിക്കെ ഇനി ഞാൻ ചോദിക്കട്ടെ, അം ഖലഖുസ് സമാവാതി വൽ അർള്, കോടിക്കണക്കിന് വരുന്ന താരസമൂഹങ്ങളെ ആരാ പഠിച്ചത്? അവരാണോ ഇതൊക്കെ പഠിച്ചത്? ഒരിക്കലുമല്ല. ബല്ലാ യൂഖിനൂൻ, പ്രപഞ്ച സത്യങ്ങളെപ്പോലും അവർ അംഗീകരിക്കാത്തവരാണ്. ലോജിക്ക് അംഗീകരിക്കാത്തവരാണ് അവർ. അം ഇൻദഹും ഖസാഇനു റബ്ബിക്, അല്ലാഹു മനുഷ്യന് കാണിച്ചു കൊടുക്കാതെ ഒളിപ്പിച്ചു വെച്ചതും അല്ലാത്തതുമായ ഖസാനകളുടെ താക്കോലുകൾ അവരുടെ കയ്യിലാണോ? അംഹുമുൽ മുസൈത്തിറൂൻ, അവരാണോ പ്രപഞ്ചത്തിൽ അധികാരം ചെലുത്തുന്നത്? ഈ ആയത്തുകൾ 35, 36, 37 മൂന്നായത്തുകൾ സൂറത്തു തൂറിലെ ഈ ആയത്ത് കേട്ടപ്പോഴാണ് ഖാദ ഖൽബി അൻ യത്വീർ, എൻ്റെ മനസ്സ് പറക്കാൻ തുടങ്ങി. വദാലിക അവ്വലു മാ വഖറൽ ഈമാനു ഫീ ഖൽബി, എൻ്റെ ഹൃദയത്തിൽ ആദ്യമായി ഈമാനിൻ്റെ ഹിദായത്ത് ഇറങ്ങിയത് ഈ ആയത്തുകൾ ഞാൻ കേട്ടപ്പോഴാണ് എന്ന് ജുബൈർ ഇബ്നു മുത്ഇം റളിയല്ലാഹു അൻഹു. ഹിദായത്തിന് ചിലപ്പോൾ അങ്ങനെ മതി, ചിലപ്പോൾ ഒന്നും വേണ്ടി വരില്ല. ഒരൊറ്റ അസുഖം മതിയാവും, ഒരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് മതിയാവും. കൊറോണയിൽ ICUവിൽ കിടന്ന് മരണത്തോട് മല്ലടിച്ച് ഇങ്ങോട്ടോ അങ്ങോട്ടോ എന്ന് ഡോക്ടർമാർക്ക് പോലും പറയാൻ കഴിയാതെ ആഴ്ചകളോളം വെന്റിലേറ്ററിൻ്റെ സഹായത്തിൽ കിടന്ന് ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന ആൾക്കാരില്ലേ? എന്തൊരു വലിയ അത്ഭുതമാണ്. പക്ഷെ വർഷം മനുഷ്യൻ മറന്നുപോകും. അവരെ ഓർമ്മിപ്പിക്കണമെന്നാണ്, ഉടനെ ഓർമ്മിപ്പിച്ചു കൊടുക്കണം. നിനക്ക് അല്ലാഹു തന്നത് രണ്ടാമതൊരു ജീവനാണ്. നീ മറ്റാരെപ്പോലെയും ആവരുത്. നീ പടച്ച തമ്പുരാൻ്റെ മുമ്പിൽ സുജൂദിൽ കിടന്ന് അല്ലാഹുവിന് നന്ദി പറയേണ്ട ആളാണ്. ഷഹ്റു റമദാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആനു ഹുദൻ ലിന്നാസ്, അതുകൊണ്ട് സന്മാർഗം അല്ലാഹു നൽകുന്ന ഹിദായത്ത് പടച്ചവനാണ് ഖാലിഖ്. അല്ലാഹു എൻ്റെ സൃഷ്ടാവാണ്, ഞാൻ അവൻ്റെ സൃഷ്ടിയാണ്. സൃഷ്ടിയുടെ മേൽ സൃഷ്ടാവിന് അധികാരമുണ്ട്. ആ അധികാരം അല്ലാഹുവിൻ്റെ കൽപ്പനകൾ അതിൻ്റെ ഭാഗമാണ്. ഞാൻ നോമ്പും നിസ്കാരവും സക്കാത്തും ഹജ്ജും അല്ലാഹുവിൻ്റെ കൽപ്പനകളും നിരോധനകളും അംഗീകരിച്ചേ പറ്റൂ എന്ന് മനുഷ്യൻ ബോധിക്കാൻ വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല റമദാനും നോമ്പും നമുക്ക് നിർബന്ധമാക്കിയത്. ശുദ്ധ ഖുർആൻ ഇറങ്ങിയ മാസത്തിൽ وبينات من الهدى والفرقان فمن شهد منكم الشهر فليصم. അതുകൊണ്ട് ആരാണോ റമദാനിൽ ജീവനോടെ, ആ റമദാനിൽ സാക്ഷിയായവർ, അവർ നോമ്പെടുത്താൽ മതി. റമദാൻ മുമ്പ് മരിച്ചുപോയി, അവർക്ക് റമദാൻ നോമ്പില്ല, കടം വീട്ടേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾക്ക് ജീവനുണ്ടോ, റമദാനിൽ നിങ്ങൾക്ക് പ്രായപൂർത്തിയും ബുദ്ധിയുമുള്ള അവസ്ഥയിൽ നിങ്ങൾ ബാക്കിയായിട്ടുണ്ടോ, എന്നാൽ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നോമ്പെടുക്കണം. നോമ്പെടുക്കാൻ പറ്റാത്തവരുണ്ട്, അവർ ഫിദിയ കൊടുക്കണം. ഖളാ വീട്ടേണ്ടവർ ഖളാ വീട്ടണം. റമദാനിൻ്റെ ആ ഒരു പരിശുദ്ധമായ പകലിൽ നോമ്പെടുക്കാൻ കഴിയാത്ത വിധമുള്ള എക്സ്ക്യൂസുകളുണ്ടോ, ശർഅ അംഗീകരിച്ച രോഗമോ യാത്രയോ മറ്റ് വിഷയങ്ങളോ ഉണ്ടോ, നിങ്ങൾക്ക് ഫഇദ്ദത്തും മിൻ അയ്യാമിൻ ഉഖർ,
റമദാൻ കഴിഞ്ഞ് മറ്റൊരു സമയത്ത് അതിന് പ്രായശ്ചിത്തം ചെയ്യാവുന്നതാണ്. പക്ഷേ റമദാൻ എന്ന സമയത്തെ നിങ്ങൾ ബഹുമാനിച്ചേ പറ്റൂ. ഇത് ഞാൻ ബഹുമാനിച്ച സമയമാണ്, ഞാൻ ആദരിച്ച സമയമാണ്. ആ രീതിയിൽ നിങ്ങൾ റമദാനെ സ്വീകരിക്കണമെന്നാണ് അള്ളാഹുവിൻ്റെ ആജ്ഞ. ലൈലത്തുൽ ഖദറുമായി സന്ധിക്കണം, ഇബാദത്തുകൾ വർദ്ധിപ്പിക്കുക. അള്ളാഹു ഏറ്റവും കൂടുതൽ പ്രതിഫലം നൽകുന്ന സമയം. ഇനി അങ്ങനത്തെ ഒരു ഫെസ്റ്റിവൽ ഓഫ് ഗുഡ് ഡീഡ്സ്, നന്മകളുടെ മഹാവസന്തം, അങ്ങനത്തെ ഒരു ആഘോഷമെന്ന് പറയാവുന്ന സമയമാണ് റമദാൻ. അതിനെ മറ്റൊരിക്കലും ഒരു രീതിയിൽ നമ്മൾ മലിനപ്പെടുത്തരുത്. അള്ളാഹു റമദാനിൻ്റെ എല്ലാ പുണ്യവും ഹസനാത്തുകളും നരകത്തിൽ നിന്ന് കോടിക്കണക്കിന് ആളുകൾ അള്ളാഹു മോചിപ്പിക്കുന്ന മാസമാണ്. നരകമോചനം അള്ളാഹു നമുക്ക് നിന്ന് മരണപ്പെട്ടു പോയവർക്കൊക്കെ എല്ലാവർക്കും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. 70,000 അതിലേറെയും അള്ളാഹു പ്രതിഫലം നൽകുന്ന സമയമാണ്. സുന്നത്തിന് ഫറലിൻ്റെ കൂലി, ഫറലിന് 70, 700, 70,000 കൂലി. നോമ്പ് തുറപ്പിച്ചാൽ നോമ്പ് നോറ്റവൻ്റെ കൂലി, പട്ടിണി കിടക്കുന്നവന് ഭക്ഷണം കൊടുത്താൽ നോമ്പുകാരൻ്റെ കൂലി, സ്വതക്കകൾക്ക് എണ്ണമറ്റ പ്രതിഫലം. വിശുദ്ധ ഖുർആൻ്റെ ഓരോ ഹർഫിനും 10 ഹസനാത്ത്, റമദാനിൽ ഓരോ ഹർഫിനും 70, 700, 70,000 കൂലി. അങ്ങനെയൊക്കെ അള്ളാഹു പ്രതിഫലം നൽകുന്നൊരു മാസം നമ്മുടെ മുമ്പിലേക്ക് വരുമ്പോൾ റഹിമ അംഫു, ചില ആളുകളുടെ മുഖം, അവരുടെ മൂക്ക് മണ്ണിലുരസണം. തങ്ങൾ പറയാ റഹിമ അംഫു, റഹിമ അംഫു 3 പ്രാവശ്യം തങ്ങൾ പറഞ്ഞപ്പോൾ അസ്ഹാബ് ചോദിച്ചു, നബിയെ ആരുടെ മൂക്ക് മണ്ണിലുരസണം? മൂക്ക് മണ്ണിലുരസണം എന്ന് പറഞ്ഞാൽ അപമാനിതനാവട്ടെ, അള്ളാഹിൻ്റെ റഹ്മത്ത് അവർക്ക് ലഭിക്കാതിരിക്കട്ടെ എന്ന വാക്കിനർത്ഥം. ആര് നബിയെ? റമദാൻ വന്നുപോയിട്ട് ജീവിതത്തിലൊരു മാറ്റവുമില്ലാതെ, റമദാൻ വന്നുപോയിട്ട് അള്ളാഹുവിനോടൊരു പാപമോചനം, എനിക്ക് മാപ്പ് തരണേ പടച്ചോനെ എന്ന് ചോദിക്കാൻ മനസ്സ് തോന്നാത്ത മുഴുവൻ ആളുകളും അവരുടെ മൂക്ക് മണ്ണിലുരസട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുലേക്ക് അടുക്കാൻ അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. ഇതൊരു ഊർജ്ജമാണ്. ഇത് നമ്മൾ ഫ്യൂൽ സ്റ്റേഷനിലേക്ക് കയറാൻ. ഇതുവരെ മരുഭൂമിയിലൂടെയുള്ള യാത്രയായിരുന്നു. അങ്ങനെ അതാ ഒരു അഡ്നോക്ക് കണ്ണിൽപ്പെട്ടിരിക്കുകയാണ്. ആ സ്റ്റേഷനിലേക്ക് നമ്മൾ കയറാണ്. ഫുൾ ടാങ്ക്, ഏറ്റവും പ്രീമിയം ക്വാളിറ്റി സാധനം, ഫ്യൂവൽ നമ്മളതിലേക്ക് ഫിൽ ചെയ്തുകൊണ്ടാണ് അടുത്തൊരു 11 മാസത്തേക്ക് ഓടുന്നത്. ഇനി അടുത്ത ഒരു പെട്രോൾ സ്റ്റേഷൻ കിട്ടുന്നത് ഒരു 11 മാസം കഴിഞ്ഞിട്ടായിരിക്കും. അപ്പോൾ വേണ്ട ഒരുക്കങ്ങൾ ഇവിടെ നിന്ന് എടുക്കണം. അതുകൊണ്ടേ നമുക്ക് ഓടാൻ കഴിയൂ. അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. അള്ളാഹു നമുക്ക് പാപമോചനം നൽകട്ടെ. റമദാനെ ഖൽബ് കൊണ്ട് സ്വീകരിക്കാൻ വേണ്ടി സന്തോഷിക്കുന്നത് പോലും റമദാൻ്റെ വരവ് കൊണ്ട്. ഈദുക്കും മുബാറക്, റമദാൻ കരീം, റമദാൻ മുബാറക്, ഏത് ഭാഷയിലോ ഏത് വാക്കുകളിലോ ആവട്ടെ, റമദാനിൻ്റെ വരവിനെ സന്തോഷിച്ചുകൊണ്ട് നിങ്ങൾ ഒരാൾക്ക് ഗ്രീറ്റ് ചെയ്യുന്നത്, അത് ടെക്സ്റ്റ് മെസ്സേജ് ആണെങ്കിലും വാക്കിലൂടെ പറയുകയാണെങ്കിലും ഒക്കെ പ്രതിഫലമുണ്ട്. നിങ്ങൾ നന്മ ഉദ്ദേശിച്ചുകൊണ്ടാണ് ചെയ്യുന്നതെങ്കിൽ റമദാനിൻ്റെ വരവിനെ ആശംസിക്കൽ കൂലിയുള്ള കാര്യമാണ്. അത് ആശംസയിൽ മാത്രം ഒതുക്കരുത്, സ്റ്റിക്കറിൽ മാത്രം ഒതുക്കരുത്. ദിക്റുകൾ നമ്മുടെ നാവിലൂടെ വരണം, ഹൃദയത്തിൽ വരണം. നേരത്തെ പറഞ്ഞ പോലെ കൽബിൽ അള്ളാഹുവിൻ്റെ ഖുർആൻ കൽബിലേക്ക് വരുമ്പോഴുണ്ടാകുന്ന ചില മാറ്റങ്ങൾ വരണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ദുആ വസിയത്തുകൾ വായിച്ചതിന് ശേഷം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇന്നത്തെ സദസ്സിൽ നമുക്ക് നല്ലൊരു പായസം നൽകിയത് ഒരു ചെറുപ്പക്കാരനായ സുഹൃത്ത് നമ്മുടെ സദസ്സിലൊക്കെ സജീവമാണ്. അദ്ദേഹം പഠനമൊക്കെ കഴിഞ്ഞ് പുതിയൊരു ജോലിയിലേക്ക് പ്രവേശിച്ച സന്തോഷത്തിലാണ്. അപ്പോൾ ആ ജോലിയിലും തുടർന്നും ഹൈറും ബർക്കത്തുണ്ടാകാൻ വേണ്ടി പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഒരു സഹോദരി ഇവിടെ സമൂസ വിതരണം ചെയ്തിട്ടുണ്ട്. ഭർത്താവിൻ്റെ ഉമ്മയുടെ ആണ്ടാണ്, നാളെ പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി. പിന്നീട് കുടുംബത്തിൽ പിശാചിൻ്റെ ഉപദ്രവം കൊണ്ട് ഒരുപാട് വർഷങ്ങളായി ബുദ്ധിമുട്ടുകളാണ്. എല്ലാ ബുദ്ധിമുട്ടുകൾ നീങ്ങാനും പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. ഹലാലായ നല്ല ജോലി ചെയ്യാൻ വേണ്ടി ദുആ ചെയ്യാൻ, കുടുംബത്തിൻ്റെ കൂടെ ജീവിക്കാനുള്ള തൗഫീക്കിനും ആഫിയത്തോടുള്ള ദീർഘായുസ്സിനും ഹൈറായ ബിസിനസ്സും ഉണ്ടാകാൻ വേണ്ടി ബർക്കത്തിനൊക്കെ പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. സഹോദരൻ സൈഫുദ്ദീൻ്റെ 1ാമത്തെ ആണ്ടാണ്, പ്രത്യേകം ദുആ ചെയ്യണം. നമ്മുടെ അബ്ദുള്ളക്കയുടെ കണ്ണിൻ്റെ കാര്യത്തിൽ പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി ഉസ്താദിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. ദുആ ചെയ്യുക.
10ാം ക്ലാസ് പരീക്ഷ നേരിടുന്ന കുട്ടികൾക്ക് ഉന്നത വിജയത്തിനും സ്വാലിഹ്യങ്ങളാവാൻ വേണ്ടി ദുആ ചെയ്യണം. ഉപ്പയുടെ കാഴ്ച ശക്തി തിരിച്ചു കിട്ടാൻ വേണ്ടി ഉപ്പാക്കും ഉമ്മാക്കും ആഫിയത്തുള്ള ദീർഘായുസ്സ് വേണ്ടി ദുആ ചെയ്യണം. സ്വാലിഹായ നല്ല ഇണയെ ലഭിക്കാൻ വേണ്ടി ദുആ ചെയ്യാൻ, വീട് പണി എളുപ്പത്തിൽ പൂർത്തിയാവാൻ വേണ്ടിയും ഭർത്താവിൻ്റെ ജോലിയിൽ ഉയർച്ചക്കും ബർക്കത്തിനുമായി ദുആ ചെയ്യണം. കടം കൊണ്ട് വിഷമിക്കുന്നവരുടെ കടങ്ങൾ എളുപ്പത്തിൽ വീട്ടിൽ കിട്ടാൻ വേണ്ടി ദുആ ചെയ്യാൻ ഓൺലൈനിലൂടെ ഒരുപാട് സഹോദരങ്ങൾ ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. മകളുടെ പരീക്ഷയിൽ വിജയം കിട്ടാൻ വേണ്ടി മാതാപിതാക്കളുടെ മഗ്ഫിറത്തിന് ദുആ ചെയ്യാൻ, മകളുടെ സുഖപ്രസവത്തിനായി ദുആ ചെയ്യാൻ, ഉമ്മാക്ക് വയറുവേദനയാണ്, ഉപ്പയുടെ മുട്ടുവേദനയൊക്കെ മാറാൻ വേണ്ടി ദുആ ചെയ്യാൻ, ഭാര്യയുടെ സുഖപ്രസവത്തിനായി ദുആ ചെയ്യാൻ, സുലൈമാൻ്റെ ഉപ്പ മാങ്ങാളിയിൽ കുഞ്ഞലവി എന്നവർക്ക് പ്രത്യേകം ദുആ ചെയ്യണം. പിന്നെ ഇബ്രാഹിം ഹാജി എന്നവർ ഇന്ന് മരണപ്പെട്ടിട്ടുണ്ട്. അവരുടെ മഗ്ഫിറത്തിനായി പ്രത്യേക ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഇനി ഈ വേദിയിൽ ഒരു പുസ്തക പ്രകാശനം നടക്കാൻ പോവാണ്. അതിൻ്റെ ഭാരവാഹികൾ അതിലേക്ക് ക്ഷണിക്കുക. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. പിന്നെ റമദാനായതിൻ്റെ പേരിൽ ഒരുപാട് നന്മയുടെ അവസരങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് വരുന്നത് അസ്വലാത്തു നൂറാനിയ, ആത്മീയ വെളിച്ചം നൽകുന്ന സ്വലാത്ത് വാദിനൂർ ഇസ്ലാമിക് അക്കാഡമി അബുദാബി ചാപ്റ്ററാണ് അത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് അല്ലാഹു മജ്ലിസിനെ കബൂൽ ചെയ്യട്ടെ. പിന്നെ 1-2 ചാലഞ്ചുകളുണ്ട്. ഒന്ന് ഒരു കലൻസുവ ചലഞ്ച്, തൊപ്പി. ഇവിടെ ഒരു സുന്നത്തിൻ്റെ ഷിആറാണല്ലോ, അപ്പോൾ തൊപ്പിയുടെ ചലഞ്ച് കണ്ണൂർ ജില്ലാ SKSFൻ്റെ പ്രവർത്തന ഫണ്ടിന് വേണ്ടിയാണ്. അപ്പോൾ അത് വാങ്ങിച്ച് എല്ലാവരും അതിലേക്ക് ഒരു സ്വതക്ക കൊടുത്തത് വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. മറ്റൊന്നൊരു പെർഫ്യൂം ചലഞ്ചാണ്. 2 സ്പ്രേ അത്തറുകളായിട്ട് 2 സ്പ്രേ ആണത്. അബുദാബി SKSF പാലക്കാട് ജില്ലാ കമ്മിറ്റി 1-ന് 20 ദിർഹം വെച്ചിട്ട് നമ്മുടെ പാലക്കാട് ജില്ലയിലെ വളരെ പ്രയാസപ്പെടുന്ന 4 മേഖലകളിൽ 4 മദ്രസകൾ നിർമ്മിക്കാനുള്ള ഫണ്ടിലേക്കാണ് ഈ സുഗന്ധം അവർ നിങ്ങൾക്ക് നൽകിയിട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് പറ്റുന്നവരൊക്കെ 1-ന് 20 ദിർഹമാണ്, 2 40. ഇൻഷാ അല്ലാഹ് അത് സ്വീകരിച്ച് അതുമായി സഹകരിക്കണം എന്ന് അറിയിക്കുകയാണ്. ദുആ വസിയത്തുകളുണ്ട്. അതിന് മുമ്പ് ഇവിടെ ഒരു പരിപാടി നടക്കാൻ പോകുന്നുണ്ട്. നമ്മുടെ SKSF അബുദാബി കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്വലാത്ത് വാർഷികവും ദിക്ർ ദുആ സമ്മേളനവും നമ്മുടെ ചെറുമോത്ത് വഖവി ഉസ്താദിൻ്റെ ചെറുമോത്ത് ഉസ്താദ് എന്നറിയപ്പെടുന്ന മഹാനവരുടെ നേതൃത്വത്തിൽ ഇവിടെ മാർച്ച് 9-ന് ഈ വരുന്ന ശനിയാഴ്ച രാത്രി 7 മണിക്ക് ഇന്ത്യൻ ഇസ്ലാമിക് സെൻറ്ററിലൊരു വലിയൊരു മഹാപണ്ഡിതൻ്റെ ഒരു സൂഫിവര്യനായൊരു മഹാൻ്റെ നേതൃത്വത്തിലാണ് നടക്കുന്നത്. എല്ലാവരും ആ പരിപാടിയിൽ സംബന്ധിക്കണമെന്ന് അബുദാബി കോഴിക്കോട് ജില്ലാ SKSF കമ്മിറ്റിക്ക് വേണ്ടി അറിയിക്കുകയാണ്. നമ്മുടെ KG ബഷീർ സാഹിബിൻ്റെ സഹോദരി ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. സ്ട്രോക്ക് വന്നിട്ട് അള്ളാഹു സഹോദരിക്ക് നീ ശിഫ നൽകണമേ തമ്പുരാനെ. പിന്നെ നമ്മുടെ മുനീർക്ക മാങ്ങാട്, അവരുടെ ജ്യേഷ്ഠൻ സിലോൺ മൊയ്തീൻ കുഞ്ഞിയുടെ ഭാര്യ നസീമ എന്ന മഹദി കഴിഞ്ഞ ദിവസം വഫാത്തായിരുന്നു. അള്ളാഹു ആ സഹോദരിക്ക് മഗ്ഫിറത്തും മർഹമത്തും ചെയ്യട്ടെ. അള്ളാഹുയുടെ ഖബർ ജീവിതം സന്തോഷത്തിലും റാഹത്തിലുമാക്കി കൊടുക്കട്ടെ. ഒരു വലിയ കുടുംബത്തിൻ്റെ ഒരു വലിയ കേന്ദ്രബിന്ദുവായിരുന്നു ആ സഹോദരി. വളരെ പെട്ടെന്ന് എന്ന് തോന്നത്തക്ക വിധമുള്ള ഒരു വിയോഗമാണ്. അതിൻ്റെ ഒരു ഷോക്കിലാണ് കുടുംബക്കാരൊക്കെ. അള്ളാഹുവർക്കൊക്കെ മനസ്സിന് സമാധാനവും ക്ഷമയും അള്ളാഹു നൽകട്ടെ. ആ സഹോദരിയുടെ ഖബർ ജീവിതം അള്ളാഹു സ്വർഗത്തോപ്പാക്കി കൊടുക്കട്ടെ.
പിന്നെ മുനീർച്ചാൻ്റെ തന്നെ മോന് ഹനാൻ മോന് സുഖമില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല കുട്ടിക്ക് ശിഫ നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അബുദാബി മുസഫയിൽ ജോലി ചെയ്തിരുന്ന ഒരു യുവാവ് 4th സ്റ്റേജ് ക്യാൻസർ ബാധിച്ച് ഓപ്പറേഷന് വേണ്ടി പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. അള്ളാഹു നീ സമാധാനവും ശിഫയും സലാമത്തും നൽകി അനുഗ്രഹിക്കണമേ തമ്പുരാനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അബുദാബി സുന്നി സെൻറ്ററിൻ്റെ ഹജ്ജ് പഠന ക്ലാസ് മാർച്ച് 10 ഞായറാഴ്ച, ഈ വരുന്ന ഞായറാഴ്ച 4 മണി മുതൽ 6:30 വരെ അബുദാബി ഇന്ത്യൻ ഇസ്ലാമിക് സെൻറ്ററിൽ നടക്കുന്നുണ്ട്. എല്ലാവരെയും പരിപാടിയിലേക്ക് ക്ഷണിക്കുകയാണ്. പിന്നെ ഇമാം മാലിക് ബിൻ അനസ് റളിയല്ലാഹു അൻഹുവിൻ്റെ പേരിലുള്ള മദ്രസ 2024-25 അഡ്മിഷൻ ആരംഭിച്ചിരിക്കുകയാണ്. സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിൻ്റെ സിലബസിൽ 40 വർഷമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ മദ്രസ, അതിൻ്റെ പൊതുപരീക്ഷകളിലൊക്കെ 100% വിജയമാണ് ഉണ്ടാവാറുള്ളത്. നമ്മുടെ പ്രഗത്ഭരായ ഉസ്താദുമാരുടെ സാന്നിധ്യമുണ്ട്. നമ്മുടെ മക്കൾക്ക് അവിടെ പഠിക്കാനുള്ള സൗകര്യം ഉപയോഗപ്പെടുത്തുക. മുസഫയിലും ബനിയാസിലുമായിട്ടാണ് മദ്രസകൾ നടക്കുന്നത് എന്ന് പ്രത്യേകം അറിയിക്കുന്നു. പിന്നെ ഇന്ത്യൻ ഇസ്ലാമിക് സെൻറ്ററിൽ ഖുർആൻ പാരായണ മത്സരം പെൺകുട്ടികൾ 10 വയസ്സ് മുതൽ 20 വയസ്സ് വരെയുള്ള പെൺകുട്ടികൾക്കും, ആൺകുട്ടികൾ 12 വയസ്സ് മുതൽ മേലോട്ട്, പുരുഷന്മാർക്ക് 50 വയസ്സ് വരെയുള്ള ആ ഒരു പ്രായത്തിനിടയിൽ ഖുർആൻ പാരായണ മത്സരം, ഹിഫ്ളല്ല. അപ്പോൾ പറ്റുന്ന ആളുകൾക്കൊക്കെ അതിൽ സംബന്ധിക്കണം. എന്നിട്ട് ആ ഒരു നല്ല കാര്യത്തിൽ ഭാഗവാക്കുകളാകണം എന്ന് പ്രത്യേകം അറിയിക്കുന്നു. തുല്യതയില്ലാത്ത ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൂടെ ആദവനാട്ടിലെയും പരിസര പ്രദേശങ്ങളിലെയും ദുരിതമനുഭവിക്കുന്ന ആയിരങ്ങൾക്ക് താങ്ങും തണലുമായിരുന്ന അൽ റൈഖ ഗ്രൂപ്പ് സ്ഥാപകൻ കൂടിയായ വട്ടമണ്ണിൽ ഇബ്രാഹിം ഹാജി വഫാത്തായിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് മഗ്ഫിറത്തും റഹ്മത്തും ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മുടെ അസീസ്ക കാളിയാടൻ അസീസ്ക ഇവിടെ മയ്യത്തസ്കാരുണ്ടെന്ന് പറഞ്ഞേ, അവരുടെ പേരെന്തായിരുന്നു? ഒന്ന് മുഹമ്മദ് കുട്ടി ആദവനാട് അല്ലേ? ഒരു മുഹമ്മദ് കുട്ടി സാഹിബ്, എൻ്റെ ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ അല്ലേ? മുഹമ്മദ് കുട്ടി സാഹിബ് അദ്ദേഹം നാട്ടിലായിരുന്നു. പെട്ടെന്ന് സ്ട്രോക്ക് വന്ന് വഫാത്താവാണ് ഉണ്ടായത്. നമ്മുടെ ക്ലാസ്സിലും കാര്യങ്ങൾക്കൊക്കെ വലിയ മഹബത്തുള്ള ഒരാളായിരുന്നു. അള്ളാഹു അദ്ദേഹത്തിൻ്റെ ഖബർ ജീവിതം സ്വർഗ്ഗത്തോപ്പാക്കി കൊടുക്കട്ടെ. അള്ളാഹു നീ ഇവർക്ക് മഗ്ഫിറത്ത് നൽകണേ പടച്ചവനെ. അള്ളാഹു നീ പുറത്തു കൊടുക്കണേ റബ്ബേ. അവരുടെ ഖബർ ജീവിതം പ്രകാശിപ്പിച്ചു കൊടുക്കണമേ തമ്പുരാനെ. നമ്മുടെ കുടുംബത്തിലും ബന്ധുക്കൾക്കൊക്കെ ആ വിയോഗത്തിലെ ഇത് താങ്ങാനുള്ള കരുത്ത് നൽകണമേ തമ്പുരാനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഉംറ സംഗമം നടക്കുന്നുണ്ട് ഇവിടെ വരുന്ന ഞായറാഴ്ച മാർച്ച് 10 12 മണി മുതൽ 5 മണി വരെയാണ്. ഇവിടെ വ്യാഴാഴ്ച ഖുർആൻ ക്ലാസ് എടുക്കുന്ന ഉസ്താദ് ഉണ്ടായിരിക്കും 1 മണി മുതൽ 1:45 വരെ ഇൻഷാ അല്ലാഹ്. ജസാക്കുമുല്ലാഹ് ഖൈർ. അപ്പോൾ നമ്മൾ ദുആയിലേക്ക് കിടക്കുകയാണ്. വിശുദ്ധ റമളാനിൻ്റെ മുമ്പുള്ള നമ്മുടെ ക്ലാസ്സാണ് ഇൻഷാ അല്ലാഹ്. റമളാനിൽ തറാവീഹൊക്കെ കഴിയുമ്പോഴേക്കും ഒരുപാട് ലേറ്റാവുകയും പിന്നെ ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ ഉള്ളൊരു അവസ്ഥയിലായതിൻ്റെ പേരിലാണ് നമ്മൾ റമളാനിലെ ക്ലാസ് പോസ്റ്റ്പോൺ ചെയ്യാറുള്ളത്. അങ്ങനെയാണെങ്കിൽ ഇൻഷാ അള്ളാഹു ആയുസ് തരികയാണെങ്കിൽ ഏപ്രിൽ 18 വ്യാഴാഴ്ചയായിരിക്കും നമ്മുടെ അടുത്ത ക്ലാസ് ഉണ്ടായിരിക്കുക എന്ന്. അതിനിടയ്ക്ക് ഇവിടെ ഒരുപാട് പരിപാടികൾ നടക്കും. അതൊക്കെ സെൻറ്ററുമായി ബന്ധപ്പെട്ട മീഡിയകളിൽ ശ്രദ്ധിച്ച് അതിൽ സംബന്ധിക്കണം എന്ന് സാന്ദർഭികമായിട്ട് ഉണർത്തുകയാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി അലാ കുല്ലി ഹാൽ. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم لا تفرق جمعنا هذا إلا بذنب مغفور وسعي مشكور وتجارة لن تبور. اللهم اغفر لنا، اللهم اغفر لنا، اللهم اغفر لنا ولمن ماتوا منا. اللهم اغفر لنا ولوالدنا ولمشايخنا ولمن له حق وفضل علينا ولذوينا ولمن أوصانا واستوصانا بالدعاء ومن أعاننا ومن نبيناهم يا رب العالمين. റഹ്മാനുമായ കാരുണ്യവാനും ഉടമസ്ഥനും യജമാനനും ഖാലിഖും സൃഷ്ടാവുമായ അള്ളാഹുവേ, ഞങ്ങൾ ഓരോരുത്തരോടും അള്ളാഹു നിൻ്റെ കരുണയും നിൻ്റെ റഹ്മത്തും ചൊരിയണമേ അള്ളാഹ്. ഈ സദസ്സിലേക്ക് നിൻ്റെ കരുണയുടെ പ്രവാഹമുണ്ടാകണേ റബ്ബേ. നിൻ്റെ റഹ്മത്തിൻ്റെ തിരുനോട്ടം ഞങ്ങളിലേക്കുണ്ടാകണേ തമ്പുരാനെ. അള്ളാഹു നിൻ്റെ സ്നേഹത്തിൻ്റെ തലോടൽ ഞങ്ങളെല്ലാവർക്കും ഞങ്ങളുമായി ബന്ധപ്പെട്ട മുഅ്മിനാത്തുകൾക്കുണ്ടാകണേ തമ്പുരാനെ. കാരുണ്യവാനായ അള്ളാഹുവെ, നിൻ്റെ ഖളാഇൻ്റെ കീഴിൽ ജീവിക്കുന്ന നിൻ്റെ അടിമകളും നിൻ്റെ ദാസന്മാരുമായ അള്ളാഹുവെ, പാപികളും ദോഷികളും അറിവും അമലും കുറഞ്ഞവർ, പാപങ്ങൾ കൂടിയവരാണ് റബ്ബേ. അള്ളാഹു ഞങ്ങൾക്കൊക്കെ നീ മാപ്പ് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. റമളാനിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ പാപമോചിതരായി മഗ്ഫിറത്ത് ലഭിച്ചവരായി ഹൃദയശുദ്ധിയോടുകൂടെ റമളാനെ സ്വീകരിക്കാൻ തൗഫീക്ക് നൽകണേ അള്ളാഹ്. വിശുദ്ധ ഖുർആനിൻ്റെ മഹത്വവും ഹിദായത്തിൻ്റെ പ്രാധാന്യവും മനസ്സിലാക്കി ഹിദായത്തിൽ അടിയുറച്ചു നിൽക്കേണ്ട അനിവാര്യതയെ ബോധിച്ചുകൊണ്ട് റമളാനിനെ വരാനുള്ള ജീവിതത്തിലേക്കൊരു മുതൽക്കൂട്ടായി കാണത്തക്ക വിധം
റമദാൻ എന്ന അതിഥിയെ സ്നേഹത്തോടെ സ്വീകരിച്ച് സ്നേഹത്തോടെ യാത്ര അയക്കുന്ന നീ ഇഷ്ടപ്പെടുന്ന സജ്ജനങ്ങളായി മുഅ്മിനീങ്ങളിൽ അള്ളാഹു ഞങ്ങളെയും ഉൾപ്പെടുത്തണമേ റഹ്മാനെ. റമദാനിലും അതിൻ്റെ മുമ്പും അതിൻ്റെ ശേഷവും ഈ വിശുദ്ധ മാസത്തെ മുൻനിർത്തി ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ നന്മകളും അള്ളാഹു നീ സ്വീകരിക്കണമേ റബ്ബേ. അള്ളാഹുവെ, ഇഫ്താറിന് വേണ്ടി ഇഫ്താർ കിറ്റുകൾ വിതരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. പല വശങ്ങളിലും പല സംഘടനകളിലും പല കൂട്ടായ്മകളിലും പല മഹല്ലുകളിലും അള്ളാഹു അക്ബർ എന്ന പേരിലൊരു വാട്സപ്പ് കൂട്ടായ്മ അങ്ങനെ നൂറുകണക്കിന് ഇഫ്താർ കിറ്റുകൾ അവരുടെ മെമ്പർമാരിൽ നിന്നൊക്കെ സ്വരൂപിച്ചുകൊണ്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റു പല സംഘടനകളും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നൈജീരിയയിലെ നമ്മുടെ പാവപ്പെട്ടവർക്ക് വേണ്ടി ഇഫ്താറിന് വേണ്ടി സഹായം ചെയ്തവരുണ്ട്, ഓഫർ ചെയ്തവരുണ്ട്, ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. റഹ്മാൻ റഹീമേ, അള്ളാഹുവെ എല്ലാം നീ ഖബൂൽ ചെയ്യണേ തമ്പുരാനെ, നീ സ്വീകരിക്കണമേ റബ്ബേ. ഞങ്ങളുടെ ഹിദായത്ത് നിലനിന്ന് കിട്ടാൻ ഈ അമലുകളൊക്കെ നീ ഒരു നിമിത്തമാക്കി തരണേ റബ്ബേ, ഒരു കാരണമാക്കി തരണമേ പടച്ചവനെ. അള്ളാഹു, ഹൃദയത്തിലേക്ക് നീ നൽകുന്ന ഈ അറിവിൻ്റെയും മഅരിഫത്തിൻ്റെയും വെളിച്ചം അള്ളാഹുവെ ഒരിക്കലും നഷ്ടപ്പെട്ടു പോകാതെ അള്ളാഹു നീ ഞങ്ങളെ സഹായിക്കണമേ തമ്പുരാനെ. റഹ്മാൻ റഹീമേ, ഈ റമദാൻ ലോക മുസ്ലിമീങ്ങൾക്ക് ഒരു പ്രയാസവുമില്ലാതെ റമദാനിനെ അനുഭവിക്കാനുള്ള ഭാഗ്യം നൽകണേ തമ്പുരാനെ. യുദ്ധക്കെടുതികളോ പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒന്നും വരാതെ നീ കാത്തുകൊള്ളണേ റഹ്മാനെ. എല്ലായിടങ്ങളിലും സമാധാനം പുനഃസ്ഥാപിക്കണമേ തമ്പുരാനെ. കാരുണ്യവാനായ റബ്ബേ, നിനക്ക് വേണ്ടി പട്ടിണി, വിശപ്പ്, ദാഹവും സഹിച്ച് ശരീരത്തിൻ്റെ വിചാരങ്ങളെ നിയന്ത്രിച്ചുകൊണ്ട് നീ ഇഷ്ടപ്പെടുന്ന വിധമുള്ള നോമ്പ് ഭക്ഷണം നിയന്ത്രിച്ചുകൊണ്ട് തന്നെ നോമ്പെടുക്കാനുള്ള ഭാഗ്യം നൽകണമേ തമ്പുരാനെ. ഇബാദത്തിൻ്റെ ഉത്സാഹം നൽകണേ റബ്ബേ. അള്ളാഹു, ഇബാദത്തിൻ്റെ തൗഫീഖ് നൽകണേ റഹ്മാനെ. സജ്ജനങ്ങളുടെ കൂട്ടായ്മയിലേക്ക്, നല്ല മജ്ലിസുകളിലേക്ക് എത്തിച്ചേരാനുള്ള തൗഫീഖ് അള്ളാഹു ഞങ്ങൾക്ക് നീ നൽകണമേ. അള്ളാഹ്, നിസ്കാരവും നോമ്പും ഖിയാമുൽ ലൈലും തറാവീഹും അള്ളാഹുവെ അദ്കാറുകളും സ്വലാത്തുകളും സ്വദഖകളും ദാനധർമ്മങ്ങളും റവാത്തിബ് സുന്നത്തുകളും അത്തരത്തിലുള്ള ഒരുപാട് നാഫിലത്തായ ഇബാദത്തുകൾ അള്ളാഹുവെ വർദ്ധിപ്പിക്കാൻ റഹ്മാനായ റബ്ബേ നീ തൗഫീഖ് നൽകണേ തമ്പുരാനെ. അള്ളാഹു, ഞങ്ങളുടെ മക്കളെ, ബന്ധുമിത്രാദികളെ, ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത മുഴുവൻ ആളുകളെ, ഞങ്ങൾ മനസ്സുകൊണ്ട് നിയ്യത്ത് ചെയ്ത മുഴുവൻ ആളുകൾക്കും റഹ്മാനായ റബ്ബേ ഈ റമദാൻ നരകമോചനത്തിൻ്റെ ഇത്ഖും മിനന്നാറിൻ്റെ ഒരനുഭവമാക്കി മാറ്റിത്തരണമേ റഹ്മാനെ. ലൈലത്തുൽ ഖദ്ർ എന്ന ഖൈറും മിൻ അൽഫി ഷഹർ, 84 വർഷത്തിൻ്റെ പുണ്യമുള്ള ഒരു രാത്രിയെ അള്ളാഹുവെ ആ രാത്രിയുമായി സന്ധിക്കാനും ആ രാത്രിയിലെ ഇബാദത്തിനും അള്ളാഹു നീ തൗഫീഖ് നൽകണേ റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങളുടെ നോമ്പിനെ നീ സ്വീകരിക്കണേ റബ്ബേ. കഴിഞ്ഞ റമദാനിനെ സ്വീകരിക്കണേ പടച്ചവനെ. അതിന് മുമ്പുള്ള റമദാനുകളെ കബൂലാക്കണേ റബ്ബേ. ഇനി വരുന്ന റമദാനിനെയും സ്വീകരിക്കണേ റബ്ബേ. വറമദാനു ഇലാ അൽ ഉംറത്തു ഇലൽ ഉംറ വൽ ജുമുഅത്തു ഇലൽ ജുമുഅ വറമദാനു ഇലാ റമദാൻ. ഓരോ റമദാൻ മുതൽ അടുത്ത റമദാൻ വരെയും, ഒരു ജുമുഅ മുതൽ അടുത്ത ജുമുഅ വരെയും, ഒരു ഉംറ മുതൽ അടുത്ത ഉംറ വരെയും കഫാറത്തുൽ ലിമാ ബൈനഹുമാ ഇദജ്തുനിബത്തിൽ കബായിർ, ചെറുദോഷങ്ങൾ അതിനിടക്കുള്ളത് മുഴുവനും പൊറുക്കപ്പെടുമെന്നല്ലേ അള്ളാഹു. ഞങ്ങൾക്ക് നീ മാപ്പ് നൽകണേ തമ്പുരാനെ. അള്ളാഹു, ഞങ്ങളുടെ രോഗികൾക്ക് ശിഫ കൊടുക്കണേ റബ്ബേ. അള്ളാഹുവിടെ പ്രത്യേകം ദുആ ചെയ്യാൻ വസിയത്ത് ചെയ്തു ഏൽപ്പിച്ചവരുടെയും അല്ലാത്തവരുടെയും ഞങ്ങളുടെ മനസ്സിലൊക്കെ നിയ്യത്ത് ചെയ്യുന്ന ഞങ്ങളുമായി ബന്ധപ്പെട്ട് രോഗികളായി കിടക്കുന്ന ഞങ്ങൾ ആർക്കൊക്കെ വേണ്ടിയോ ദുആയിരക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും നീ ശിഫ കൊടുക്കണേ അല്ലാഹ്. നമ്മുടെ വാട്സപ്പ് അഡ്മിന്മാർ, ഫേസ്ബുക്ക് അഡ്മിന്മാർ, അവർ മുഖാന്തിരമൊക്കെ ഒരുപാട് ദുആ വസിയത്തുകൾ നേരായ വഴിയുടെ അവർക്ക് അടക്കമുള്ള ഒരുപാട് ആളുകൾ പ്രത്യേകം ദുആ ചെയ്യാൻ വസിയത്ത് ചെയ്ത് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അള്ളാഹുവെ, അവരുടെയൊക്കെ മുറാദുകളെ നീ ഹാസുലാക്കി കൊടുക്കണേ തമ്പുരാനെ. അള്ളാഹു, ഞങ്ങൾ മരണപ്പെട്ടു പോയ ആളുകൾ, ഇവിടെ നമ്മൾ പറഞ്ഞു മുനീർച്ചയുടെ ജ്യേഷ്ഠൻ്റെ ഭാര്യ നസീമ എന്ന് പറയുന്ന മഹദി, അവരടക്കം ഒരുപാട് ആളുകൾ മരണപ്പെട്ടു പോയി റബ്ബേ. അവരൊക്കെ ഖബറിലേക്ക് നീങ്ങിക്കഴിഞ്ഞു. അള്ളാഹുയുടെ ഖബറിൽ നീ നിൻ്റെ റഹ്മത്തിറക്കി കൊടുക്കണേ തമ്പുരാനെ. സുഗന്ധവും സന്തോഷവും വിശാലതയും സ്വർഗത്തിൻ്റെ കവാടങ്ങളും തുറന്നു വെച്ചുകൊണ്ട് ഖിയാമത്ത് നാൾ വരെ സന്തോഷിക്കുന്ന ഭാഗ്യം അള്ളാഹു അവർക്ക് ഞങ്ങൾ മരണപ്പെട്ടു പോയ മുഴുവൻ ആളുകൾക്കും നീ നൽകണമേ റഹ്മാനെ. ഇവിടെ പ്രത്യേകം മയ്യത്ത് നിസ്കാരം നിർവഹിച്ചിട്ടുള്ള മുഹമ്മദ് കുട്ടി എന്ന ആളടക്കം, ഇബ്രാഹിം ഹാജി അടക്കം, ഇവിടെ മറ്റു ദുആയിരക്കാൻ വേണ്ടി പറഞ്ഞ മുഴുവൻ ആളുകളും അള്ളാഹുയുടെ ഖബറുകളെ നീ വിശാലമാക്കി കൊടുക്കണേ റബ്ബേ. അള്ളാഹു, നാളെ ഞങ്ങളും ഖബറിലേക്ക് എത്തുമ്പോൾ അള്ളാഹു നീ ഞങ്ങളോട് നിൻ്റെ റഹ്മത്തിൻ്റെ നോട്ടം നോക്കണേ അള്ളാഹ്. ഞങ്ങളുടെ മക്കളിൽ, കുടുംബത്തിൽ, ഈ ഉമ്മത്തിൽ അള്ളാഹു, ഞങ്ങളുടെ യുവാക്കളിൽ, യുവതികളിൽ അള്ളാഹു ദീനനുസരിച്ച് ജീവിക്കുന്ന കാഴ്ച കാണിച്ച് ഞങ്ങൾക്ക് കൺകുളിർമയെ നൽകണേ റബ്ബേ. പരീക്ഷകളിൽ വിജയം നൽകണേ പടച്ചവനെ. വിദ്യാഭ്യാസത്തിൽ ഉന്നത വിജയവും അവരുടെ ഉന്നതിയും നൽകണമേ തമ്പുരാനെ. അള്ളാഹു, ജോലി അന്വേഷിക്കുന്നവർക്ക് ഖൈറായ മഈശത്ത് നീ തരപ്പെടുത്തി കൊടുക്കണേ റബ്ബേ.
അള്ളാഹു ഏതെല്ലാം തടസ്സങ്ങളുണ്ടോ അത് മാറ്റിക്കൊടുക്കണേ റബ്ബേ. ഡ്രൈവിംഗ് ലൈസൻസ് അടക്കം വിസ സംബന്ധമായി മെഡിക്കൽ സംബന്ധമായി ഏതെല്ലാം പ്രയാസങ്ങൾ ആർക്കൊക്കെ ഉണ്ടോ, കുടുംബപരമായും ശാരീരികമായും സാമ്പത്തികമായുമുള്ള എല്ലാ പ്രതിസന്ധികളെയും അള്ളാഹു തരണം ചെയ്യാനുള്ള വഴികൾ ഞങ്ങളുടെ മുമ്പിലേക്ക് നീ എളുപ്പമാക്കി തരണേ പടച്ചവനെ. അള്ളാഹു ഞങ്ങളുടെ മരണം നീ ഇഷ്ടപ്പെടുന്ന സമയത്തും നേരത്തും കലിമ ചൊല്ലിയും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉച്ചരിച്ച് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖം കണ്ട് സ്വർഗ്ഗം കണ്ട് മരിക്കുന്ന മഹാഭാഗ്യം നൽകണമേ അല്ലാഹ്. നാളെ നിൻ്റെ ലിഖാ കൊണ്ട് സന്തോഷിപ്പിക്കണമേ റഹ്മാനെ. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. اللهم اكتب لنا حجا مبرورا اللهم اكتب لنا حجا مبرورا وسعيا مشكورا وتجارة لن تبور وزيارة مرضية يا رب العالمين. അബുദാബി സുന്നി സെൻറ്റർ നോമ്പിൻ്റെ എല്ലാ ദിവസവും 50 ഇഫ്താർ കിറ്റ് ഐക്കാഡ് ക്യാമ്പിൽ ലേബേഴ്സിന് വേണ്ടി നൽകുന്നുണ്ട്. അതിനുവേണ്ടി സഹായിക്കുന്ന മുഴുവൻ ആളുകൾക്കും അള്ളാഹു നീ ഖൈറായ പ്രതിഫലം നൽകണേ തമ്പുരാനെ. അതോടൊപ്പം തന്നെ ഷാർജയിൽ പെട്ടെന്ന് മരണപ്പെട്ട PS അബ്ദുൽ ഹമീദ് മുഗ്രാൽ പുത്തൂരിലെ അബ്ദുൽ ഹമീദ് എന്നവർ അള്ളാഹു നീ അദ്ദേഹത്തിന് മഗ്ഫിറത്ത് ചെയ്യണേ പടച്ചവനെ. ഖബർ ജീവിതം സന്തോഷത്തിലാക്കണമേ റഹ്മാനെ. ഇത്തവണത്തെ റമദാൻ ഗസ്റ്റായിട്ട് മുനീർ ഹുദവി വളയിൽ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്താണ് ദുബൈയിലേക്ക് വരുന്നത്. ഇൻഷാ അള്ളാഹ് അദ്ദേഹത്തിൻ്റെ വരവും യാത്രയും അദ്ദേഹത്തിൻ്റെ നസീഹത്തും ദഅവത്തും അള്ളാഹു നീ ഉപകാരപ്പെടുത്തുകയും ഖൈറായി ഖബൂൽ ചെയ്യുകയും ചെയ്യണേ തമ്പുരാനെ. ഇവിടെ തൊപ്പി സുന്നത്തിൻ്റെ തൊപ്പി ചലഞ്ചും അതുപോലെ തന്നെ ഒരു പെർഫ്യൂം ചലഞ്ചൊക്കെ നടത്തേണ്ടത് ഇതൊക്കെ അള്ളാഹുവിൻ്റെ ദീൻ്റെ ഖിദ്മത്തിന് വേണ്ടിയാണ്. അവരുടെയൊക്കെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ നീ പൂർത്തിയാക്കണമേ തമ്പുരാനെ. നമ്മുടെ സുഹൃത്തിൻ്റെ റംഷാദ് ദുബൈയിൽ അദ്ദേഹത്തിൻ്റെ എളാമ ഉപ്പയുടെ അനുജൻ്റെ ഭാര്യ വഫാത്തായിട്ടുണ്ടെന്ന് പറഞ്ഞു. അള്ളാഹു നീ അവർക്ക് മഗ്ഫിറത്ത് ചെയ്യണേ റഹ്മാനെ. പുറത്തു കൊടുക്കണേ റബ്ബേ, സ്വർഗ്ഗം നൽകണേ പടച്ചവനെ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് അൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക യാ മൗലാനാ സമീഉൻ ഖരീബുൻ മുജീബു ദഅവാത്ത്. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീമാ ബഖിയ മിൻ ലയാലി ശഅബാന وأيامها وبلغنا رمضان ووفقنا فيه للصيام والقيام وتلاوة القرآن. اللهم اجعل هذا البلد رخاء سخاء وسائر بلاد العالمين والمسلمين أجمعين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. منير هدوي أستاذ أبو ظبي كيف ഓക്കെ മാഷാ അല്ലാഹ്. അബുദാബിയിലേക്കാണ് മുനീർ ഹുദവി ഉസ്താദ് ഗസ്റ്റായിട്ട് വരുന്നത്, അബുദാബി ഗവൺമെൻറ്റിൻ്റെ. ഇൻഷാ അല്ലാഹ് അള്ളാഹു എല്ലാം റാഹത്തിലാക്കി തരട്ടെ. ഇവിടെ ക്ലാസ്സുകളൊക്കെ ഉപകാരപ്പെടുന്ന മജ്‌ലിസുകളായിരിക്കും, അതൊക്കെ നിർബന്ധമായും അറ്റൻഡ് ചെയ്യണം എന്ന് സാധ്യമായി ഉണർത്തുകയാണ്. വസല്ലല്ലാഹു വസല്ലം വബാറക അലാ സയ്യിദിന മുഹമ്മദി വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം ബിഫദ്ലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا رب صل عليه وسلم وصل على جميع الأنبياء والمرسلين. الحمد لله رب العالمين. سبحانك اللهم بحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. എല്ലാവർക്കും മുഖദ്ദമായിട്ട് റമദാൻ കരീം, റമദാൻ മുബാറക് أعاده الله علينا باليمن والبركات. السلام عليكم ورحمة الله وبركاته. അതുകൊണ്ട് നമ്മുടെ ഇന്നത്തെ പായസം നമ്മുടെ സുഹൃത്തിൻ്റെ വകയാണ്. അവർക്ക് ജോലി സംബന്ധമായൊരു കാര്യം നിയ്യത്തുണ്ടായിരുന്നു, അത് ഖൈറായതിലെ സന്തോഷം അറിയിക്കാൻ അള്ളാഹുരുടെ ജോലിയിലും മറ്റു ജീവിതത്തിൻ്റെ എല്ലാ വഴികളിലും അള്ളാഹു ഖൈറും ബറക്കത്തും നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.